എല്ലാവരും നിങ്ങളെല്ലാം ഏതാ സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി പാലക്കാടാണ്. എൻ്റെ ഓഫീസ് പാലക്കാടും കോയമ്പത്തൂരാണ് എൻ്റെ ഓഫീസ് ഉള്ളത്. ഓക്കെ. സോ നിങ്ങളെല്ലാം എവിടെ നിന്നാന്നൊന്ന് പറയാമോ? ഒന്ന് മെസ്സേജ് അയക്കാമോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ എവിടെ നിന്നാന്നുള്ളത്? ഏതാ സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്യാമോ? യെസ് പറയട്ടെ. നിങ്ങളുടെ എനർജിയാണ് എനിക്ക് ഫുള്ള് വരിക. ഓക്കെ. ദ മോർ യു ഇന്ററാക്ട് ദ ഹൈ ചാർജ് ഐ വിൽ ബി. നിങ്ങൾ ഏതാ സ്ഥലം? ഓ, കാലിക്കറ്റ്. ഓക്കെ. ഫർഹാൻ കാലിക്കറ്റ്. ഓക്കെ. ശിവരാമകൃഷ്ണൻ തൃശൂർ. ഓക്കെ. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. അബ്ദുൽ സലാം എടവണ്ണ മലപ്പുറം. ഓക്കെ, വെരി ഗുഡ്, നൈസ്. ഓക്കെ. ബബിത തൃശൂർ. ഗുഡ്. റീത്ത ചെന്നൈ. ഓ, നൈസ് നൈസ്. റീത്ത ചെന്നൈ. സുരേഷ് കോയമ്പത്തൂർ. വാ, കോയമ്പത്തൂർ എൻ്റെ വൈഫിന്റെ സ്ഥലം കൂടിയാണ്. എൻ്റെ ഇൻലാസ് എല്ലാം അവിടെയാണ്. ഓക്കെ. കോയമ്പത്തൂർ, വെരി ഗുഡ്. ഓക്കെ. ഫൈസൽ പെരിന്തൽമണ്ണ. ഓക്കെ. ഫൈസൽ ഇതിനു മുമ്പ് എൻ്റെ വെബിനാർ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഫൈസൽ പെരിന്തൽമണ്ണ. ഓക്കെ. ഗുഡ് 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 ഗുഡ്. ഓക്കെ. യെസ്. രാജേഷ് പാലക്കാട്. ഓ, നൈസ്. താങ്ക് യു രാജേഷ്. പാലക്കാട് നിന്ന് ഒരാളെങ്കിലും ഉണ്ടല്ലോ. നൈസ്. ബാക്കി എല്ലാവരും പുറത്തുനിന്നാണ്. ജലീൽ റിയാദ്. ഓക്കെ. റിയാദ് എനിക്ക് കുറച്ച് ക്ലയൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് റിയാദ്. നൈസ് പ്ലേസ്. ഓക്കെ. നൈസ്. ശരി, അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് കല്യാൺജി എന്നാണ്. ശരിക്കുള്ള പേര് കല്യാണരാമൻ എന്നാണ്. എൻ്റെ പെന്നേം എന്ന് പറയുന്നത് കല്യാൺജി എന്നാണ്. ഓക്കെ. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? എന്നെ കാണുന്നുണ്ടല്ലോ. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ഇസ് മൈ വോയിസ് ക്ലിയർ? യെസ്. ക്ലിയർ അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ. വോയിസ് ഇസ് ക്ലിയർ റൈറ്റ്? ശരിക്കും കേൾക്കുന്നില്ലേ? യെസ്. താങ്ക് യു. സോ താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. സോ നമ്മൾ ഇന്ന് ആക്ച്വലി ദിസ് ഈസ് എ സ്പെഷ്യൽ വെബിനാർ. ഓക്കെ. ഞാൻ സാധാരണ നടത്തുന്ന വെബിനാർ പോലെയല്ല. ദിസ് ഈസ് എ സ്പെഷ്യൽ വെബിനാർ. ഓക്കെ. അത് എല്ലാ വർഷവും ഞാൻ ഓഗസ്റ്റ് 14-ാം തീയതി, ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 14-ാം തീയതി നടത്തുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെബിനാർ ആണ് ഇത്. ഓക്കെ. ഈ വെബിനാറിലാണ് ഞാൻ സത്യത്തിൽ എന്താ പറയുക, ഫ്രീഡം എന്ന്, ബിക്കോസ് ആ വാക്കിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒക്കെ അനുഭവിക്കേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വെബിനാർ എല്ലാ ഓഗസ്റ്റ് 14-ാം തീയതി ഞാൻ നടത്തുന്ന വെബിനാറിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത്ര ഓണ്ടർപ്രിനേഴ്സിന് ഫ്രീഡം നൽകി കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീഡം എടുക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ള ഒരു മോട്ടീവാണ് എൻ്റെ. ബിക്കോസ് എൻ്റെ മിഷനിലും അത് തന്നെയാണ് ഉള്ളത്. ഞാൻ മിഷനെ കുറിച്ചെല്ലാം പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ. സോ നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ സ്ലൈഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ. എൻ്റെ സ്ലൈഡ് ഓപ്പൺ ചെയ്യാം. Then you will be able to see more. ഓക്കെ. കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഗുഡ് ഗുഡ്. ഓക്കെ. സോ ബേസിക്കലി ഏറ്റവും പ്രധാനമായിട്ട് 3 പ്രശ്നങ്ങളാണ് ഓണ്ടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജീവനക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒന്നാമത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അതായത് ഒരു ദിവസം ഞാൻ മാറി നിന്നാൽ മതി കല്യാൺജി, പിന്നെ കാര്യമായിട്ട് എന്നെ പോയിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ദിവസം ബിസിനസ് ഭയങ്കര ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം പ്രശ്നം ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പൈസ എല്ലാം റൊട്ടേഷനിൽ ആവുന്നുണ്ട്, പക്ഷെ മാസാവസാനം ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച വാടക കൊടുക്കണം, ശമ്പളം കൊടുക്കണം, എല്ലാം വരുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ. അതിന്റെ കൂടെ തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ള പ്രശ്നവും, അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എത്രമാത്രം സുഖകരമാവുമെന്ന് അറിയാത്തതിന്റെ പ്രശ്നമെല്ലാം ഉണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാര
നായ ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ബിസിനസ്സുകാർക്ക് വളരെയധികം അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഈ പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ChatGPT പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം എങ്ങനെയാണ് നമ്മളുടെ ഡെയിലി ബിസിനസ്സിനും ഡെയിലി ലൈഫിനും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഇന്നത്തെ വെബിനാറിൽ പറയുന്നുണ്ടാവും. ഓക്കെ, ഈ വെബിനാർ ഒരു ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പോയിന്റുകൾ ഞാൻ പറയുന്നുണ്ട്. ആ പോയിന്റുകൾ എന്താണെന്ന് നോക്കാം. അത് ഞാൻ സാധാരണ ഏതൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചെയ്യാറുള്ള സാധാരണ സംസാരിച്ചു കഴിഞ്ഞാൽ ഇടയിൽ ബ്രേക്കിന്റെ സമയത്തല്ല ഞാൻ അവരുമായിട്ട് താഴത്ത് ഇറങ്ങിപ്പോയി ഇന്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടീ ബ്രേക്കിന്റെ സമയത്ത് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അതെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ഒരുപാട് വൺ ടു വൺ കൂടി ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അവരിൽ നിന്നെല്ലാം കിട്ടിയ ഒരു എന്താ പറയുക, അവരുടെ എല്ലാം ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു 9 പ്രശ്നങ്ങൾ ജീവനക്കാർ പിന്നെ സംരംഭകർ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു 9 പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രശ്നം, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും കല്യാൺജി ജീവനക്കാർ വിട്ടുപോകുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റേറ്റ് കൂട്ടിയിട്ട് വർഷങ്ങളായി. ഇൻഫാക്ട് റെസ്റ്റോറന്റ് ബിസിനസ്സെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കാറ്ററിംഗ് ബിസിനസ്സെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ, എനിക്ക് കുറെ കാറ്ററിംഗ് ക്ലയൻസ് ഉണ്ട്, റെസ്റ്റോറന്റ് ക്ലയൻസ് ഉണ്ട്, അതേപോലെ FMCG ക്ലയൻസ് എല്ലാം ഉണ്ട്. കാറ്ററിംഗ് ക്ലയൻസ് എല്ലാം സാധാരണ 600 രൂപയും 500 രൂപയെല്ലാം ചാർജ് ചെയ്തുകൊണ്ടിരുന്ന കാറ്ററിംഗുകാർ പോലും, പല കാറ്ററിംഗുകാരും ഇപ്പൊ 350 രൂപയ്ക്ക് 300 രൂപയ്ക്കെല്ലാം കോൺട്രാക്ട് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. റേറ്റ് കൂട്ടിയിട്ട് തന്നെ വർഷങ്ങളായി എന്നല്ല, പല സ്ഥലങ്ങളിൽ റേറ്റ് കുറയ്ക്കുന്ന സ്ഥിതിവിശേഷം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാപനത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നാൽ മതി. ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. പണി കിട്ടുമെന്ന് വെച്ചാൽ എന്താ, തിരിച്ചു വരുമ്പോഴേക്കും ആ കൂടെ കംപ്ലീറ്റ് കോർപ്പറേഷൻ എല്ലാം പറയില്ല, ആ കൂടെ കംപ്ലീറ്റ് കുഴപ്പമായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ്, ശരിക്കും ഒരു കൃത്യമായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് അറിയാം, നല്ല വിപണിയുണ്ട്, നല്ല മൂല്യമുണ്ട്, എല്ലാം അറിയാം, പക്ഷേ ശരിക്കും മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്നില്ല. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് പേഴ്സണൽ ജീവിതവും ബിസിനസ്സും. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ ആ ബിസിനസ് തന്നെ ചെയ്യുന്നത്, ഓക്കെ, രാവിലെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്ഥാപനത്തിലേക്ക് പോകുന്നു, രാത്രി വരുമ്പോഴേക്കും മക്കൾ കടന്നിട്ടുണ്ടാവും. അതുകൂടാതെ മക്കളൊക്കെ സ്കൂളിലോ മറ്റേ കോളേജിലോ എന്തെങ്കിലും ഒരു ആനിവേഴ്സറി ഉണ്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ട്, അവർക്കൊരു ബിരുദദാന ചടങ്ങുണ്ടെങ്കിൽ പോലും അത് കാണാൻ അച്ഛാ ഒന്ന് വരാമോ, ഉപ്പ ഒന്ന് വരാമോ, ഡാഡി ഒന്ന് വരാമെന്ന് ചോദിച്ചാൽ അതിന് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എന്തിനാണോ ആ ഒരു വാല്യൂ അവിടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇത് പ്രത്യേകിച്ച് ചെറുകിട ഓണ്ടർപ്രണേഴ്സിന്റെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൃത്യമായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പൂർണ്ണമായി വിശ്വസിച്ച് ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ, അത് തീർച്ചയായിട്ടും മൈൻഡ് സെറ്റ് ഇഷ്യൂവും കൂടിയാണ്. അടുത്തത്, പൈസയൊക്കെ വരുന്നുണ്ട് കല്യാൺജി, പക്ഷെ ഈ വരുന്ന പൈസയെല്ലാം എവിടെ പോകണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ഈ ഒരു പ്രശ്നം. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, കാലത്തിനനുസരിച്ച് എങ്ങനെ ബിസിനസ് രീതി മാറണമെന്ന് അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ChatGPT പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതേപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ പല പല കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് അതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതും അറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. പിന്നെ അവസാനമായി അടുത്ത ലെവലിലേക്ക് ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി നടത്തുന്നുണ്ട്, 15 കൊല്ലമായി നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ അടുത്ത ലെവലിലേക്ക് വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരുന്നില്ല. ഓക്കെ, ഞാനൊരു 5 പേരുണ്ടായിരുന്ന 6 പേരായി, 7 പേരായി, ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് വളരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് വളരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. ഓക്കെ, ഇത്രയും ഒരു പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇതിൽ ഈ 9 പ്രശ്നങ്ങൾ, ഇതിൽ എത്ര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? നിങ്ങൾ 1, 2, 3 എന്ന് ഇട്ടാൽ മതി. ഒന്നാമത്തെ പ്രശ്നമാണെങ്കിൽ 1, ചിലപ്പോൾ 1, 2 പ്രശ്നങ്ങൾ 1, 2, അല്ലെങ്കിൽ 1, 2, നാലാമത്തെ പ്രശ്നമാണെങ്കിൽ 1 to 4, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? മൂന്നാമത്തെ, ഓക്കെ, ഫൈസൽ പറഞ്ഞത് മൂന്നാമത്തെ പ്രശ്നം. ശിവരാമകൃഷ്ണൻ പേഴ്സണൽ ചെയ്തു. ഓക്കെ, 1, 2, 3, നാലാമത്തെ. ഓക്കെ, നാലാമത്തെ പ്രശ്നം. അഞ്ചാമത്തെ പ്രശ്നം. ഓക്കെ, അഞ്ചാമത്തെ പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്ന
ഈ 9 പ്രശ്നങ്ങളിൽ എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളൊന്ന് നമ്പർ ഇട്ടാൽ മാത്രം മതി. അബ്ദുൽ സലാം പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നവും ഉണ്ട്. അത് ഒട്ടുമിക്ക ഓണ്ടർപ്രണർ നിങ്ങളെ അയ്യോ ഞാൻ മാത്രമാണ് അങ്ങനെ ഒരിക്കലും കരുതരുത്. ഒട്ടും ഓണ്ടർപ്രണേഴ്സിനും ഈ എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ പലരും അത് തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആക്ച്വലി അങ്ങ് തുറന്നു പറഞ്ഞത് തന്നെ വളരെ വലിയ കാര്യമെന്ന് ഞാൻ പറയൂ. ഓക്കെ, അതേപോലെ തന്നെ ബാബു പറയുന്നത് 8ാമത്തെ പ്രശ്നം കാലത്തിനനുസരിച്ച് മാറാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലെ. പിന്നെ ഓക്കെ, വൃന്ദ പറയുന്നത് 5ാമത്തെ പ്രശ്നം പേഴ്സണൽ ജീവിതം ബിസിനസ്സും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. വീട്ടിലത്തെ കാര്യമെല്ലാം നോക്കിയിട്ട് വേണം ബിസിനസ് തുടക്കാൻ. ഓക്കെ, തുടങ്ങിയ ശേഷം അത് നോക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, ഫൈസൽ ഓക്കെ അത് തന്നെ. ഓക്കെ, അടുത്തത് രാജേഷ് കാലത്തിനനുസരിച്ച് എങ്ങനെ. ഓക്കെ, അദ്ദേഹം അത് തന്നെ പറയുന്നത്. ഓക്കെ, സുരേഷ് അടുത്ത ലെവലിലേക്ക് വളരാൻ കഴിയുന്നില്ല. ഓക്കെ, 9ാമത്തെ പ്രശ്നം. ഓക്കെ, സോ ഒട്ടുമിക്ക പറഞ്ഞിരിക്കുന്ന 9 പ്രശ്നങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇത് ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും വേണം. ഓക്കെ, അപ്പോൾ ആ പരിഹാരം തീർച്ചയായിട്ടും വേണം എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ, അത് എങ്ങനെയെന്നുള്ള കാര്യം കൂടി ഞാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെബിനാറിൽ പറയുന്നത്. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പറയുന്നതിന് ഇയാൾക്ക് എന്താണ് യോഗ്യത എന്ന് ചിലർ എന്നെ പറ്റി അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവാം. പല സ്ഥലങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ടെങ്കിലും അറിയാത്തവർ പോലും ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയുന്നതന്നെ ഒരു സമയം എടുത്തോട്ടെ. ടേക്ക് ഒരു 10 മിനിറ്റ്സ് ഇതൊന്ന് പറയാൻ വേണ്ടി. ഞാൻ ആരാണ് എന്നും എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും എന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഒന്ന് പറയാനൊന്ന് നിങ്ങൾ അനുവദിക്കുമോ? ഇഫ് യു കുഡ് ജസ്റ്റ് പെർമിറ്റ് മീ. ഒരു യെസ് എന്ന് തന്നു കഴിഞ്ഞാൽ, ഒരു പെർമിഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. ഓക്കെ, വെൽക്കം സുനിൽ. വളരെ നന്നായിരിക്കും. ദയവ് ചെയ്ത് എനിക്കൊരു പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൂടുതൽ എടുക്കാൻ സാധ്യത കുറവാണ് എന്നെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ എന്താ പറയുക, വളരെയധികം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ആക്ച്വലി നാളെ ഓഗസ്റ്റ് 15 അതിന്റെ ചിലപ്പോൾ വെക്കേഷൻ കാര്യങ്ങൾ, ചിലപ്പോൾ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം ഉണ്ടെങ്കിലും തന്നെ ഈ സമയം, ഈ 8 മണി സമയം നിങ്ങൾ ഇതിനു വേണ്ടി, ഈ വെബിനാറിന് വേണ്ടി മാറ്റിവെച്ച് ഞാൻ ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഐ എം റിയലി താങ്ക്ഫുൾ ടു ഫോർ ദാറ്റ്. ബിക്കോസ് എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ഈ സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കാണാനൊക്കെ ഒരു സമയം കിട്ടുന്നില്ല ഉണ്ടാവുക അല്ലെ. അപ്പോൾ എന്നെ കുറിച്ച് ഞാനൊരു പറയുകയാണെങ്കിൽ, ഐ ആം ബോൺ ടു ഫാമിലി. ഞാൻ പാലക്കാട്ടിലെ ഒരു അഗ്രഹാരം എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പാലക്കാട്ടിലേക്ക് വന്നവർക്കെല്ലാം അഗ്രഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് എന്ന് കരുതുന്നു. ഞാൻ പാലക്കാട്ടിലെ ഒരു അഗ്രഹാരത്തിലാണ് ജനിച്ചു വളർന്നത്. ഓക്കെ, ഇത് എന്റെ ഫാമിലിയാണ്. ഫാമിലി എന്ന് വെച്ചാൽ ഈ കാണുന്ന എന്റെ അച്ഛൻ, എന്റെ അമ്മയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മുത്തശ്ശി അടങ്ങി ഞാൻ ഒരൊറ്റ മോനാണ്. ഓക്കെ, എന്റെ അമ്മ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സംഗീതജ്ഞയായിരുന്നു. ഓക്കെ, വൈക്കം സരോജ എന്ന് പറയും, വളരെ പ്രശസ്തയായ സംഗീതജ്ഞയായിരുന്നു. എന്റെ അച്ഛന്റെ തൊട്ടപ്പുറത്തേക്ക് എന്റെ മുത്തശ്ശൻ, അദ്ദേഹവും യേശുദാസിന്റെ അച്ഛനും അവരെല്ലാം ഒന്നിച്ച് തന്നെ ഒരു ട്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണ്. എന്റെ മുത്തശ്ശൻ പുല്ലാങ്കുഴലും ഹാർമോണിയവും, ഒക്കെ യേശുദാസിന്റെ അച്ഛനും തബല, അങ്ങനെ അവരെല്ലാം ഒരേ ട്രൂപ്പിൽ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ ഒഴികെ ബാക്കി ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു സംഗീത കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് സംഗീതം രസിക്കും, പക്ഷെ സംഗീതം പാടാനൊന്നും താല്പര്യമില്ല. ഇവരെല്ലാം എന്റെ അച്ഛനും അമ്മയെല്ലാം ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. എന്റെ അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു സീനിയർ ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഓക്കെ, ഇതാണ് എന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചപ്പോൾ എടുത്ത ഒരു ചിത്രമാണ്. എനിക്ക് G+ എന്ന് പറയുന്നത് എന്റെ ഡിഗ്രി പഠിപ്പെല്ലാം കഴിഞ്ഞ ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ കോയമ്പത്തൂരിലേക്കാണ് വിട്ടത്. കോയമ്പത്തൂരിൽ G+ എന്ന് പറയുന്ന വളരെ വലിയ ഒരു ടൂളിംഗ് മോൾഡിംഗ് എല്ലാം ഉള്ള ഡിവിഷൻ ഉണ്ട്. അവിടെയാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ഞാൻ ആരംഭിക്കുന്നത്. അവിടെ ഞാൻ കൃത്യം ഒരു 10 കൊല്ലത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അവിടെ തുടങ്ങിയത് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ തുടങ്ങിയിട്ട് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ നല്ലൊരു വളർച്ച അടയുകയും എല്ലാം ചെയ്ത ഒരു സ്ഥലമാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ വളരെ വലിയ ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രഷർ ഡൈകാസ്റ്റിംഗ് കമ്പനിയാണ് ഈ പറയുന്ന G+ എന്ന് പറയുന്നത്. ആ ഒരു 30 മെഷീൻ ഉണ്ടായതിൽ നിന്നും 150 മെഷീനിലേക്ക് വളരുന്നതിൽ എന്റേതായിട്ടുള്ള ഒരു പങ്ക് കൂടി ഞാൻ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത് പറയുകയാണെങ്കിൽ ഇതാണ് എന്റെ ഫാമിലി. ഓക്കെ, ഇതാണ് എന്റെ ഫാമിലി, എന്റെ വൈഫ്, ഇതെന്റെ മോൻ. ഓക്കെ, മോൻ ഇപ്പൊ ബാംഗ്ലൂരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom ഇന്റർനാഷണൽ ഫിനാൻസ് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ
ഓക്കെ, നാളെ ഇതിന് വരുന്നുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ലീവാണ്, വരുന്നുണ്ട്. ഓക്കെ, വൈഫ് ഐ മീൻ അവനും എന്റെ കൂടെ തന്നെ ജി പ്ലാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, ഞാൻ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ആയിരുന്നു, അവർ ഹെഡ് ഓഫ് പർച്ചേസ് ആയിരുന്നു, അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാം അവിടെ നിന്ന് തന്നെയാണ്, കല്യാണം കഴിച്ചതെല്ലാം. ഓക്കെ, സോ ഞാൻ എന്റെ ജോലി രാജിവെച്ച ശേഷം ഞാൻ ബിസിനസ്സിലേക്ക് തിരിയുമ്പോൾ അവർ അവിടെ തന്നെയാണ് കുറച്ചു കാലം തുടർന്നത്. അതിനുശേഷം എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായ സമയത്ത്, അച്ഛനും അമ്മയ്ക്കെല്ലാം അവരെല്ലാം നോക്കേണ്ട വയസ്സായ സമയത്ത്, ഞാൻ ഒരേ മോനായതുകൊണ്ട് അവർ ആ ജോലി രാജിവെച്ചിട്ട് ഇവിടേക്ക് വരികയായിരുന്നു. അവർ നല്ല പൊസിഷനിലായിരുന്നു. ഓക്കെ, ഇതാണ് എന്റെ എന്താ പറയാ, അതിനുശേഷം എന്താ ഒരുപാട് 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 ഇതിൽ ഈ ഡിബേറ്റ് അതേപോലത്തെ കാര്യങ്ങളെല്ലാം പങ്കെടുക്കും. അങ്ങനെ ഒരു പങ്കെടുക്കുന്ന ഒരു ചിത്രമാണ് ഇത് കാണുന്നത്. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ, എല്ലാം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു വെച്ചാൽ, ജോലി രാജിവെച്ചുകൊണ്ട് ഞാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ഓക്കെ, ജോലി വെച്ചാൽ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും നല്ല പേരെടുക്കുന്നുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെല്ലാം അവർക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ട്, ഇപ്പോൾ എന്തുകൊണ്ട് നമുക്ക് തന്നെ തുടങ്ങിക്കൂടാ എന്ന രീതിയിൽ ഞാൻ ജോലി രാജിവെച്ച് ഞാൻ ബിസിനസ്സിലേക്ക് തിരിയുന്നു. 2008 ഞാൻ ബിസിനസ്സിലേക്ക് തിരിയുന്നത്. അതെ, 2008 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇക്വിറ്റി ട്രേഡിംഗ്, കമോഡിറ്റി ട്രേഡിംഗ്, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ബിസിനസ്സാണ് തുടങ്ങിയത്. ഓക്കെ, നല്ല രീതിയിൽ സൗത്ത് തമിഴ്നാട് മുഴുവൻ, ഓക്കെ, പ്രത്യേകിച്ച് ഉടുമൽപേട്ട, പഴനി, പൊള്ളാച്ചി, ഈ ഏരിയ എല്ലാം കവർ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ജോലിയുള്ള സമയത്തും നല്ല വരുമാനം ഉണ്ടായിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നല്ല രീതിയിൽ നല്ല വരുമാനം, നല്ല അടിപൊളി അടിപൊളി ലൈഫ് എന്ന് പറയില്ലേ, അതായത് നമുക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ നല്ല അടിപൊളി ജീവിതമായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് അങ്ങനെയുള്ള സമയത്താണ് ഓഗസ്റ്റ് 9 2011 ഓഗസ്റ്റ് 9 ഓക്കെ, എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകും. അതായത് വേറൊന്നുമല്ല, അന്ന് എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, യുഎസിന്റെ ഫെഡിന്റെ റേറ്റ് ഹൈക്ക് ഉണ്ടായതുകൊണ്ട് ഈ കംപ്ലീറ്റ് മാർക്കറ്റ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കയറിപ്പോയി. ആ സമയത്തുള്ള എന്റെ ഫോട്ടോ ആണ്. ആ സമയത്ത് എനിക്ക് വരുമാനം ഇങ്ങനെ വന്നിങ്ങനെ കുന്നുകൂടി ഇങ്ങനെ കുമിയുന്ന സമയമായിരുന്നു. ഞാനപ്പോൾ പേഴ്സണൽ ട്രെയിനറെല്ലാം വെച്ച് ജിമ്മിന് പോവുക, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമയം കൂടിയായിരുന്നു. ഓക്കെ, ഞാൻ ഒരു ദിവസം, ഈ പറയുന്ന ദിവസം ഓഗസ്റ്റ് 9 ഞാൻ ജിമ്മിലേക്ക് പോയി, പേഴ്സണൽ ട്രെയിനർ ജിമ്മിലേക്ക് പോയി. ജിമ്മിൽ നിന്നും 6:30 മണിക്ക്, ആ ജിമ്മിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അറിയാലോ, പ്രത്യേകിച്ച് ട്രെയിനർ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇതിൽ ലോക്കർ റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ. ഞാൻ ലോക്കർ റൂമിൽ വെച്ച് ഞാൻ ജിമ്മിലേക്ക് കയറി, ജിമ്മിൽ ചെയ്ത് ഒരു 6:30 മണിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ ഫോൺ എടുക്കുമ്പോൾ അതിൽ 67 മിസ് കോൾ ഉണ്ടായിരുന്നു. എത്ര? 67 മിസ് കോൾ. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു പെശകുണ്ടെന്നുള്ളത് എനിക്ക് തോന്നി. ഞാൻ ഫോൺ എടുത്ത്, അപ്പൊ തന്നെ എന്റെ മാനേജറുടെ പേര് സുധി എന്നാണ്. ഞാൻ മാനേജർ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ എന്നെ കല്യാണേട്ടാന്ന് വിളിക്കുക. കല്യാണേട്ടാ, അവന് ചെറിയ പ്രശ്നമുണ്ട് കല്യാണേട്ടാ. എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് പെട്ടെന്ന് അവിടെ കയറിപ്പോയി. അപ്പൊ പലരും സ്റ്റോപ്പ് ലോസ് എന്നെല്ലാം പറയും. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവരും ഇക്വിറ്റി മാർക്കറ്റും ഗോൾഡ് മാർക്കറ്റിൽ അറിയുന്നവർക്ക് അറിയാം. ട്രിഗറായി, പക്ഷേ ഒന്നും പോയി ബൈ ആയില്ല. അതുകൊണ്ട് ക്ലയൻസിനെല്ലാം ഭയങ്കരമായിട്ട് ലോസ് ആയി പോയി എന്ന് പറഞ്ഞു. എത്രയാണ് ലോസ് എന്ന് ചോദിച്ചപ്പോൾ ടോട്ടൽ ലോസ് 77 ലക്ഷം രൂപയാണ്. 77 ലക്ഷം രൂപ ലോസ്. എന്നാലും ചെറിയ എമൗണ്ട് അല്ല. 77 ലക്ഷം രൂപ ലോസ് ആയി എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ ലോസ് പറ്റിയത് എനിക്കിപ്പോൾ ആ ക്ലയന്റിന്റെ ഐഡി എനിക്ക് ഓർമ്മയുണ്ട്. D10 എന്ന് പറയുന്ന ഒരു ക്ലയന്റ് ആണ്. അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും വലിയ ലോസ്. 62 ലക്ഷം രൂപ ലോസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ബാക്കിയുള്ളവരെല്ലാം ചേർത്തി കഴിഞ്ഞാൽ 77 ലക്ഷം രൂപ. തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എനിക്ക് അപ്പൊ തന്നെ സപ്ത നാടികളും തളർന്നു എന്ന് പറയില്ല, അതേപോലെ ആ രീതിയിലായിരുന്നു. എനിക്ക് കൈയും കാലിലും വിറയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അപ്പൊ തന്നെ സുധിയോട് പറഞ്ഞു, ഇന്ന് ഫോൺ വെക്കി, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ ക്ലയന്റിനെ വിളിച്ചു. വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, പാവം. അദ്ദേഹം ഫാമിലിയുമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞതും അദ്ദേഹം കുറച്ച് നിമിഷം ആകെ സൈലന്റ് ആയി. എന്നിട്ട് അദ്ദേഹം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എത്ര, അങ്ങക്ക് ലോസ് 62 ലക്ഷം രൂപയാണ്, അത് നാളെ രാവിലെ 10 മണിക്കുള്ളിൽ കെട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ അടുത്ത് ആകെ കയറി വന്നവർ 4-5 ലക്ഷം രൂപ തരാനുണ്ടാവും, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും 5 ലക്ഷം രൂപ തന്നു. അദ്ദേഹം അത്രേ ഉള്ളൂ, അത് അദ്ദേഹം തരികയും ചെയ്തു. പക്ഷേ ആ ദിവസം എന്റെ എല്ലാം തന്നെ മാറി മറിഞ്ഞു പോയി. പിറ്റേ ദിവസം 10 മണിക്ക് കെട്ടിയിട്ടില്ലെങ്കിൽ ഈ പൊസിഷൻ എല്ലാം കട്ട് ചെയ്ത് പോകും, അങ്ങനത്തെ പ്രശ്നം. പക്ഷെ കെട്ടാൻ ഞാൻ പൈസ നല്ല വരുമാനം വരുന്ന സമയത്ത് പൈസയുടെ വിലയില്ലാതെ ഞാൻ പൈസ കണ്ടമാനം ദൂരത്തടിച്ച് കളയുകയും അതേമാതിരി എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയം കൂടിയാണ്. ഒരുപാട് പേർക്ക് സഹായിച്ചിട്ടും കൂടിയുള്ള സമയമാണ് പൈസയുള്ള സമയത്ത്. പക്ഷെ ഈ സമയത്ത് എനിക്ക് അത്യാവശ്യം ഘട്ടം വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഒരൊറ്റ ആള് പോലും തരാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്ന് ആ ദിവസം എന്റെ ജീവിതം കംപ്ലീറ്റ് മാറി മറിഞ്ഞു എന്ന് പറയാം. ജനിച്ചത് മുതൽ ഇത്ര കാലം, ഈ 2011 വരെ ബുദ്ധിമുട്ട് എന്താണ് എന്നറിയാതെ വളർന്ന ഞാൻ അന്ന് തൊട്ടിട്ട് എന്താണ്
ഒരു ഒരു ഭിക്ഷക്കാരന്റെ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കിയ ദിവസം കൂടിയാണ്. അന്ന് മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരന്റെ ജീവിതമാണ്. എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ ഏജൻസി അവർ പറഞ്ഞിട്ട് മാതിരി നിങ്ങളുടെ നിങ്ങൾക്ക് ഇനി തൊട്ട് വരും ആ ലോസ് അവർക്ക് കവറപ്പ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ദിവസവും വരുന്ന വരുമാനം, അത് ഒരു മാസം വരുന്ന വരുമാനത്തിൽ നിങ്ങൾ ചെലവിന് വേണ്ടി നമ്മൾ 20,000 രൂപ തരും. ബാക്കിയുള്ള എമൗണ്ട് എല്ലാം നമ്മൾ എന്തിനെടുക്കും? നമ്മൾ ഈ ലോസ് കവർ മേക്കപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കും എന്ന് പറഞ്ഞു. 20,000 രൂപ തന്നിട്ട് സത്യം പറഞ്ഞാൽ ഒന്നിനും ആവില്ല. എനിക്ക് 23 സ്റ്റാഫ് ഉണ്ടായിരുന്നതാണ്. ആ 23 സ്റ്റാഫ് ഉണ്ടായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കും. ഒരാൾ ശമ്പളം കൊടുക്കാൻ പോലും സത്യം പറഞ്ഞാൽ തികയില്ല, വാടക കൊടുക്കാൻ തികയില്ല. പക്ഷെ വേറെ വഴിയില്ല. ഓക്കെ, പക്ഷെ അതിൽ ഈ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ അവരെ നല്ല രീതിയിൽ ആ കാലത്ത് വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവര് എന്താ അവർ പറഞ്ഞു, സാർ ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങൾ നമുക്ക് തിരിച്ചു വരാനോ കുറച്ച് മാസങ്ങൾ നമ്മൾ ശമ്പളം ഒന്നും വേണ്ട, നമ്മൾ ജോലി ചെയ്ത് ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കണ്ണിൽ വെള്ളം വന്ന സമയമാണത്. ഞങ്ങൾ ജോലി ചെയ്തോളാം, ശമ്പളം ഒന്നും വേണ്ട സാർ, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാ മതി, വരുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞ് അവർ ജോലി തുടർന്നു. പക്ഷേ 2-3 മാസമായപ്പോ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കുറെ പേരെല്ലാം അവർ പോയി, രാജിവെച്ച് പോയി. കുറെ പേർക്ക് പോണ്ടി വന്നു. പിന്നെ ഞാനും എന്റെ മാനേജറും വേറെ പയ്യനും മാത്രം അവിടെ ബാക്കിയായി. ഓക്കെ, ഇപ്പോൾ ആ 20,000 രൂപ കിട്ടുന്നതിന് ഞാൻ അവിടെ നിന്ന് ഓഫീസ് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. ചെറിയ ഓഫീസ് എടുത്തു. ഓക്കെ, പക്ഷേ ഈ 20,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നിനും ആവില്ല. ഞാൻ ആ സമയത്ത് ഒരു കാലത്ത് ഒരു നല്ല ഒരു എന്താ പറയാ നല്ലൊരു ഡിന്നർ കഴിക്കാൻ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനല്ല ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ പോയ ഓർമ്മയുണ്ട്. ബോംബെ പോയതും ചെന്നൈ പോയതും എന്തിനാ ഒരു ആർത്തുല്ലസിക്കാൻ വേണ്ടി സിംഗപ്പൂർ പോയതെല്ലാം ഒരു കാലം. ഓക്കെ, പക്ഷെ അതിനുശേഷം ആഹാരം കഴിക്കാൻ പോലും വഴിയില്ലാതെ രാവിലെ ഓഫീസിലേക്ക് ഒറ്റ ആൾക്ക് അറിയാനും പാടില്ല. അതെല്ലാം പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്റെ അച്ഛനും അമ്മയെല്ലാം ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഒരിക്കലും തുടങ്ങരുത് എന്തെല്ലാം പറഞ്ഞാണ്. ഓക്കെ, ഞാൻ അപ്പോൾ അതേസമയം ഞാൻ രാവിലെ ഇത് പുറപ്പെട്ട് ഓക്കെ രാവിലെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. കാലത്ത് ഒരു 5 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ് കിട്ടും. ആ 5 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ് കഴിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇറങ്ങുന്നത്. 5 രൂപ ടൈഗർ ബിസ്ക്കറ്റ് കഴിച്ച് അങ്ങനെ ഇറങ്ങും. അതേപോലെ ഉച്ചയ്ക്കെല്ലാം വെള്ളം കുടിക്കുക. അതന്നെ, വേറെ വഴിയൊന്നുമില്ല. ഉച്ചയ്ക്ക് ജസ്റ്റ് വെള്ളം എല്ലാം കുടിച്ച് വയറെല്ലാം നിറയ്ക്കും. എന്നിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് രാത്രി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ പൊറോട്ട കിട്ടുമല്ലോ, 2 പൊറോട്ട പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ പൊറോട്ടയും കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. ആ രീതിയിലാണ് എന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നരക ജീവിതം എന്ന് പറയും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. ഞാൻ അവസാനം ഒരു 3-4 മാസം 5 മാസം പിടിച്ചു നോക്കി. പിന്നെ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ നമുക്ക് ശരിയാവില്ല എന്ന് തീരുമാനിച്ച് ഞാൻ അന്നത്തോടു കൂടിയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരെങ്കിലും വാൾപ്പാറയിൽ പോകുന്ന വഴി ആളിയാർ ഡാം കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ അന്ന് വൈകുന്നേരം ആളിയാർ ഡാമിലേക്ക് എന്റെ ഓഫീസ് കഴിഞ്ഞ് നേരെ ആളിയാർ ഡാമിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഓക്കെ, അവിടേക്ക് നേരെ ചെന്നു. അവിടെ നേരെ ചെന്ന് എന്റെ ഡ്രസ്സ് എല്ലാം അയച്ചു വെച്ചു. എനിക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ആ സ്ഥലം ആളിയാർ ഡാമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ അടുത്തായിരുന്നു എനിക്ക് ഓഫീസിൽ നിന്നെല്ലാം. അപ്പൊ എനിക്ക് അവിടുത്തെ ഓരോ ഏരിയ എനിക്കറിയാം. അപ്പോൾ അവിടെ എല്ലാവരും എന്നെ നല്ലോണം അറിയാം. ഓക്കെ, ഞാനപ്പോ ആരും വൈകുന്നേരം ആരുമില്ല. ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെന്ന് ആ ഡാമിന്റെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോയി ആരുമില്ല, എല്ലാ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അയച്ചു വെച്ച് എന്റെ വാച്ച് അടക്കം എല്ലാം അയച്ചു വെച്ച് ഷഡ്ഡി മാത്രം ഇട്ട് ഞാൻ ആ ഡാമിലേക്ക് ഇറങ്ങാൻ വേണ്ടി നടന്ന് നീങ്ങുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. ആ കോൾ വേറെ ആരുമില്ല, എന്റെ പഴയ ഒരു ബോസ് ആയിരുന്ന നാട്രായൻ എന്ന് പറയും, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഇതേപോലെ ബിസിനസ് എല്ലാം തുടങ്ങി. കുറെ കാലം ഞങ്ങൾ തമ്മിൽ വലിയ കോൺടാക്ട് ഒന്നും അതിന് ശേഷം കുറെ കാലം ഉണ്ടായിരുന്നില്ല. പക്ഷെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ ഒരു അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂറോളം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്കത് ഓർമ്മയില്ല ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ സംസാരിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ ഇങ്ങനെ രീതിയിലാണല്ലോ എന്നുള്ളത്. ഞാൻ ആ സമയത്ത് നമുക്കറിയാലോ, ഒരു സെക്കൻഡിലാണ് നമുക്ക് മരിക്കാനുള്ള ഒരു ആഗ്രഹം വരിക. പിന്നെ എനിക്ക് ശരിയാവില്ല, മരിക്കണ്ട എന്ന് തോന്നി. ഞാൻ അവിടെ നിന്നും എല്ലാം പുറപ്പെട്ട് എല്ലാം ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിലേക്ക് വന്ന ശേഷം പിന്നെ എൻ്റെ ഒരേ ഒരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും സമ്പാദിച്ചിട്ട് പോലും ബിസിനസ്സിൽ നിന്ന് പോലും ഇത്രയും സമ്പാദിച്ചിട്ട് പോലും എവിടെയാണ് ഈ പൈസ പോയത്, എന്തുകൊണ്ട് എനിക്ക് അത് ശരിക്കും ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, എന്താണ് അവിടെ എനിക്ക് പറ്റിയ പ്രശ്നം എന്നുള്ള ചിന്തകൾ മാത്രമായിരുന്നു എനിക്ക്. ഓഫീസിൽ നിന്ന് കുറെ നേരം ആലോചിച്ചു. അതിനുശേഷം എനിക്ക് വേറെ വഴിയില്ല, ഞാൻ തിരിച്ചും ജോബ് മാർക്കറ്റിലേക്ക് പോയി. എന്റെ ഓഫീസർ സുധിയെ കൊണ്ട് നടത്താൻ പറഞ്ഞിട്ട് ഞാൻ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങി. ജോബ് മാർക്കറ്റിൽ എനിക്ക് നല്ല പേരുണ്ടായിരുന്നുകൊണ്ട് ഇറങ്ങി ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ എനിക്ക് പുതിയ ജോലി, വേറെ നല്ല ജോലി കിട്ടി. ആ നല്ല ജോലി കിട്ടി. ഞാൻ ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ജർമ്മൻ കമ്പനിയിലാണ് ജോലി കിട്ടിയത്. ജോലി കിട്ടി ഞാൻ ജർമ്മനിയിലേക്ക് പോയി. അതൊക്കെ പിന്നെ നല്ല ജീവിതമായിരുന്നു. ജർമ്മനിയിൽ പോയി അവിടെ നല്ല 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 ശമ്പളം, നല്ല ജീവിതമെല്ലാം. പക്ഷേ
എന്തെല്ലാം കിട്ടുന്നുണ്ടോ ആ കിട്ടുന്നതിന്റെ 1% മാത്രം ചെലവിന് വേണ്ടി മാറ്റിവെച്ച് ബാക്കി എല്ലാം ഞാൻ ഇവിടുത്തെ ഇത് നികത്താൻ വേണ്ടി, എന്റെ കടം നികത്താൻ വേണ്ടി ഞാൻ അയച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നെ ഇവിടേക്ക് മാറ്റിയത്, സിംഗപ്പൂരിലേക്ക് മാറ്റിയത്. സിംഗപ്പൂർ മലേഷ്യ ആ ടെറിട്ടറി മാനേജ് ചെയ്യാൻ വേണ്ടി മാറ്റിയ സമയത്ത് അപ്പോഴെല്ലാം എന്റെ മനസ്സിലുള്ള ചിന്ത ഇത് മാത്രമായിരുന്നു: എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത്, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്നുള്ള ഒറ്റ ചിന്ത. ഞാൻ അങ്ങനെ നേരെ ഇവിടെ സിംഗപ്പൂരിൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു ആഡ് കാണുന്നുണ്ട്. ഒരു ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ല, ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വലിയ വ്യക്തിയാണ്. ഇതിന്റെ പ്രോഗ്രാം ഉണ്ട്, രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം അതും എന്തോ ഒരു യന്ത്രം പോലെ ഞാൻ അതങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു. ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാൻ പോയി. ആ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയുടെ പേരായിരുന്നു മാറ്റ് ആത്രം എന്ന് പറയും. വളരെ വലിയൊരു ബിസിനസ് കോച്ചാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ആ ദിവസം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് എനിക്ക് തോന്നി. എന്നെ കുറിച്ച് മാത്രമാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അത് വളരെ 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 വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണാൻ കിട്ടില്ല, അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അദ്ദേഹത്തിന് ആക്ച്വലി ഒരു മണിക്കൂറിന് അറൗണ്ട് $10,000 മറ്റാണ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രോഗ്രാമിന്റെ ഗ്യാപ്പിന്റെ അടുത്ത് ഞാൻ സംഘാടകരുടെ കൈയും കാലെല്ലാം പിടിച്ച് എനിക്ക് കാണണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ ഈ കളിക്കുന്നതെല്ലാം അദ്ദേഹം ബ്രേക്കിന്റെ സമയത്ത് കാണുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പെടുന്ന പാട്. അദ്ദേഹം അവരോട് പറഞ്ഞു ഒന്ന് അകത്തേക്ക് കയറ്റിവിടാൻ പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടു. എനിക്ക് 5 മിനിറ്റാണ് സമയം തന്നത്. പക്ഷെ ഞാൻ ഒരു 15-20 മിനിറ്റോളം അദ്ദേഹത്തോട് സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇനിയുള്ള സെഷനിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യമെല്ലാം എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും അതേപോലെ ബിസിനസ്സും നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക, എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കിപ്പോൾ കുറച്ചുകൂടി ഇപ്പൊ നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി നീ ഫിനാൻഷ്യലി കുറച്ചുകൂടി സെറ്റിൽ ആയി കഴിഞ്ഞാൽ നീ ഇതിൽ നിന്നും പൂർണ്ണമായും മാറിക്കൊണ്ട് നീ ചെയ്യേണ്ടത് ഓൺടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്റെ ജീവിതം മാറ്റിവെക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ട ഒറ്റ കാര്യം. ആ പ്രോമിസ് നീ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പ്രോമിസ് കൊടുത്തെന്ന് മാത്രമല്ല, അന്ന് തൊട്ടിട്ട് എന്റെ മെന്ററായിട്ട് എന്റെ ആദ്യത്തെ മെന്ററായിട്ട് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ മെന്റർ എന്ന് പറയുമ്പോൾ അറിയാലോ, അവർ എന്ത് പറയുന്നത് അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം കിണറ്റിൽ പോയി ചാടാൻ പറഞ്ഞ് ഞാൻ കിണറ്റിൽ ചാടും, കൊളത്തിൽ ചാടാൻ പറഞ്ഞ് ചാടും. ബിക്കോസ് അദ്ദേഹം പ്രൂവ് ചെയ്ത ഒരാളാണ്, അദ്ദേഹമാണ് എന്നെ സഹായിച്ചത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരുമാതിരി നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത് കുറച്ച് സ്റ്റേബിൾ ആയ ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഇവിടെ തിരിച്ചു വന്ന് പിന്നെയും എൻ്റെതായിട്ടുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് മാത്രമല്ല, എന്റെ 90% സമയവും ഞാൻ മാറ്റിവെച്ചത് ഓണ്ടർപ്രണേഴ്സിനെ ഗ്രോ ചെയ്തെടുക്കുവാൻ സഹായിക്കുക എന്നുള്ള രീതിയിലാണ്. ഇതാണ് പല പല സ്റ്റേജ് പ്രോഗ്രാംസും പല പ്രോഗ്രാംസും എല്ലാം തന്നെ ഞാൻ അതിനുശേഷം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്താ പറയാ, കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ദുബായിലും അങ്ങനെ പല പല സ്ഥലങ്ങൾ, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസും എല്ലാം ചെയ്യാൻ തുടങ്ങി. എന്റെ ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ഓണ്ടർപ്രണേഴ്സിന്, പ്രത്യേകിച്ച് ഞാൻ വലിയ ഓണ്ടർപ്രണേഴ്സിനെ കുറിച്ച് ഞാൻ ബോധേഡ് അല്ല, ഞാൻ ശ്രദ്ധിക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രണേഴ്സിനെ മാത്രമാണ് എന്റെ ടാർഗറ്റ്. ബിക്കോസ് വലിയ വലിയ ആൾക്കാരെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് അല്ലെ, പക്ഷെ സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രണേഴ്സിനാണ് ശരിക്കും ഒരു സഹായിക്കാൻ അല്ലെങ്കിൽ വഴികാട്ടാൻ ആൾ വേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഞാൻ ഓരോ സ്ഥലത്ത് നടന്ന കാര്യങ്ങളും അതിന്റെ അച്ചീവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അത് കൂടാതെ ഞാൻ ബിസിനസ് ന്യൂസ് എന്ന് പറയുന്ന ഇതിലെല്ലാം മാഗസിനെല്ലാം എഴുതാൻ തുടങ്ങി. ഇത് ഞാൻ പട്ടാഭിരാമൻ സാർ അറിയാലോ, പട്ടാഭിരാമൻ സാറുമായിട്ട് ഒരു വേദി പങ്കെടുത്ത അടുത്ത കാലത്ത് നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഇതാണ്. അതുകൂടാതെ ഞാൻ പല പല സ്ഥലങ്ങളിൽ, അതായത് ഓരോ കമ്പനികൾക്കും ആ കമ്പനിയിലെ മാനേജ്മെന്റിനും അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാം ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളും അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടാതെ ഞാൻ വിജയ് ഭവ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, അവിടെ ഈ ഒരു പ്രോഗ്രാമിൽ അവിടെ ഞാൻ സംസാരിച്ചതിന്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. താഴെ കാണുന്നത് ദുബായ് ടെക്നോളജി സെന്റർ എന്ന് പറയും, ദുബായ് ഡിടെക് ദുബായിൽ എന്നെ സ്പീക്കറായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്നും അതിന്റെ സംസാരിച്ചതിന്റെ ആ ഒരു ഇതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അത് കൂടാതെ എന്റെ ഒരു വളരെ നല്ല സുഹൃത്തും എന്റെ ഒരു ബന്ധം തന്നെ പറയാം ആയിട്ടുള്ള പ്രവീൺ കാൽസോൾ, ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഹോൾ ഓഫ് ഫെയിം, അതിന്റെ ഗ്രോത്ത് ആണ് ഞാൻ തിരിച്ചുള്ള എന്റെ ഗ്രോത്ത്. ഇത്രയും ആടപ്പാടെല്ലാം മൂഞ്ചി എന്ന് പറയില്ല, അത്രയും പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു കയറി എന്റെ ഗ്രോത്തിൽ എനിക്ക് ഹോൾ ഓഫ് ഫെയിം നേടാനുള്ള, അത് ബിസിനസ്സിലുള്ള എന്റെ പെർഫോമൻസിനും കാര്യങ്ങൾക്കെല്ലാം ഹോൾ ഓഫ് ഫെയിം നേടാനും കഴിഞ്ഞു. ഇതാണ് എന്റെ എന്താ പറയുക ചരിത്രം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഉണ്ടായിരുന്ന താഴത്തേക്ക് പോയി തിരിച്ചൊന്ന ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. അത് കൂടാതെ മുകേഷ് ഏട്ടൻ്റെ സെൽമി ദ ആൻസർ സീസൺ 2 എന്ന് പറയും, എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല, ഏഷ്യാനെറ്റിൽ സെൽമി ദ ആൻസർ സീസൺ 2 എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ 52ഓളം എപ്പിസോഡിൽ ഞാൻ ഉണ്ടായിരുന്നു.
52 എപ്പിസോഡിൽ ഒരുമാതിരി നല്ല രീതിയിൽ പ്രോഗ്രാമാണ്, നല്ലോണം പൈസ സമ്പാദിക്കാനും അതിൽ പറ്റി. ഞാൻ എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ ഇതിലൂടെ നമുക്ക് നെഗോഷിയേഷൻ സ്കില്ല്, അതേപോലെ തന്നെ നമുക്ക് പാട്ട് പാടാനോ ഡാൻസ് ആടാനോ അങ്ങനത്തെ കഴിവുകൾ ഇതെല്ലാം നോക്കിയിട്ടാണ് പ്രോഗ്രാമിൽ എടുക്കുക. 25,000 പേരിൽ നിന്നും 32 പേരെ സെലക്ട് ചെയ്തു. അതിൽ ഒരാളായിരുന്നു ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടാതെ ആഡിലെല്ലാം അഭിനയിക്കും, അഡ്വർടൈസ്മെന്റ്, അത് ഒരു ഹോബി ആയിട്ട് എന്താ വേണമെങ്കിൽ വെച്ചോളൂ. ഇതെല്ലാം പാരലൽ ആയിട്ട് ഞാൻ ചെയ്ത് ആ രീതിയിലേക്ക് ഞാനിപ്പോൾ ഇതൊരു ഒരു ആഡിന് എടുക്കുമ്പോൾ എടുത്ത ഒരു സ്റ്റില്ലാണ് ഈ കാണുന്നത്. ആ ആഡിന്റെ വീഡിയോന്റെ ഇടയ്ക്ക് എടുത്തൊരു സ്റ്റില്ലാണ് ഈ കാണുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച യാതനയും കഷ്ടപ്പാടും എല്ലാം, അതായത് എന്റെ ഒരു ആസ് എൻ ഓൺടർപ്രണർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എഴുതിയ എന്റെ മിഷനാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നത്. അതായത് 1,00,000 ഓൺടർപ്രണേഴ്സിനെ ബിസിനസ്സിൽ അൺഡിസ്പ്യൂട്ടഡ് ലീഡർഷിപ്പ് എങ്ങനെയാണ് ഞാനൊരു ഫോർമുല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബൾബ് എന്ന് പറയുന്ന ഫോർമുല. ആ ബൾബ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അഭാവത്തിലും, ഇതാണ് ഏറ്റവും പ്രധാനം, അവരുടെ അഭാവത്തിലും അവരുടെ ബിസിനസ്സിനെ വളരാൻ സഹായിക്കുക എന്നുള്ളതാണ് എന്റെ മിഷൻ. 1,00,000 പേരെയാണ് എന്റെ ടാർഗറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. 1,00,000 പേരെ സഹായിക്കുക എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ആർക്ക് കൊടുത്ത പ്രോമിസാണ്? എന്റെ മെന്ററായിട്ടുള്ള മാക്കാത്തറിന് കൊടുത്ത പ്രോമിസാണ്. അതിലാണ് ഞാൻ എന്നും എന്റെ ജീവന്റെ അവസാന ശ്വാസം വരെ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് അതാണ് എന്റെ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മിഷൻ വളരെ വളരെ ക്ലിയർ ആണ്. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ പ്രോഗ്രാമിന്റെ അവസാനം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഇതും കൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു ദിവസം മാത്രം ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഒരിക്കൽ നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഓഫർ ഞാൻ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അത് ഇതിന്റെ അവസാനം, വെബിനാറിന്റെ അവസാനമാണ് ഞാൻ നൽകുന്നുണ്ടാവുക. പക്ഷെ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഞാൻ നൽകുന്നുണ്ടാവുക. അത് ദയവ് ചെയ്ത് മിസ്സാക്കാതിരിക്കുക. ഓക്കെ, ഇനി ഞാനിപ്പോ എന്നെ പറ്റി എല്ലാം പറഞ്ഞു. എനിക്ക് നിങ്ങളെ കുറിച്ചും ഒന്ന് അറിയണ്ടേ? നിങ്ങൾ ഒരു ഉപഹാരം ചെയ്യാമോ? നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ദയവ് ചെയ്ത് ഈ നമ്പറിലേക്ക് 9497154400 ഈ നമ്പറിലേക്ക് നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഒരു വോയിസ് അയക്കാമോ? ഞാനൊരു 3 മിനിറ്റ് സമയം തരാം. ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് വോയിസ് അയക്കൂ. താങ്കൾ എന്താണ്, താങ്കളുടെ പേര്, താങ്കൾ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, ചെറിയൊരു വോയിസ്, ഒരുപാട് സമയം എടുക്കണ്ട. ഒരു വാട്സപ്പിലൂടെ ഒന്ന് വോയിസ് അയക്കും, ഞാനൊന്ന് കേൾക്കട്ടെ. ഒരു 3 മിനിറ്റ് സമയം തരാം. പോരട്ടെ കേട്ടോ, വരട്ടെ, അയക്കൂ. ധൈര്യമായിട്ട് അയച്ചോളൂ. ഞാൻ വേറെ ആർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല, എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. വന്നല്ലോ, ഫൈസലിന്റെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും കേട്ടോളാം. തീർച്ചയായിട്ടും പ്രോഗ്രാം ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും എല്ലാവരുടെയും കേട്ടോളാം. നിങ്ങളൊന്ന് ഈ 9497154400 നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ശിവരാമകൃഷ്ണൻ വന്നിട്ടുണ്ട്. വൃന്ദ ഓക്കെ വന്നിട്ടുണ്ട്. ഗണേഷ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് അയക്കും. ഇനി ഒരു 1.5 മിനിറ്റ് കൂടെ സമയം ബാക്കിയുണ്ട്. ഒന്ന് അയച്ചോളൂ. യെസ്, ഗണേഷ് അയ്യർ വന്നിട്ടുണ്ട്. ബൈജു അയച്ചിട്ടുണ്ട്. താങ്ക് യു. നടരാജൻ വോയിസ് അയക്കാൻ പറ്റുന്നില്ല, ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. വോയിസ് അയക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ.
സോ താങ്ക് യു. ഓക്കെ, അയക്കാത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമായിരിക്കും അയക്കാതിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഒരു ഓൺടർപ്രണർ എന്നുള്ള നിലയ്ക്ക്, ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇതെന്ന് പറയുന്നത് നമ്മുടെ വായി തന്നെയാണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും മടിക്കരുത്, എന്തിനായാലും മടിക്കരുത്. മടി കൂടിക്കുമ്പോൾ, മടിച്ചു കഴിഞ്ഞാൽ, ഇടിച്ചു കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ കിട്ടുന്ന സന്ദർഭം കിട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ അത് വളരെയധികം ബാധിക്കുമെന്ന് എഴുതിയത് ഓർക്കുക. ഓക്കെ, എന്തായാലും എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിരുന്നു. ഇൻസ്പയറിംഗ് ആയിരുന്നെങ്കിൽ ഒന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ ചാറ്റ് ബോക്സിൽ? അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ എന്റെ ലൈഫ് സ്റ്റോറി? നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം അബ്ദുൽ സലാം. ഞാൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഇൻസ്പയറിംഗ് ആണ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് കടക്കാം. ഞാൻ ഒരുപാട് വൈകിക്കുന്നില്ല. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഇപ്പൊ ഞാൻ നമ്മുടെ കോഴ്സ് കണ്ടന്റിലേക്കാണ്, നമ്മുടെ വെബിനാറിന്റെ മെയിൻ കണ്ടന്റിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഓക്കെ, സോ ടൈം ഈസ് മണി അല്ലേ? ഇതിൽ യാതൊരു മാറ്റമില്ലല്ലോ. ടൈം ഈസ് മണി, ശരിയല്ലേ? അപ്പൊ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പൊ ടൈം ഈസ് മണി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക്, നമ്മൾ എത്ര മാത്രം സമയം നമ്മൾ സേവ് ചെയ്യുന്നു, അത്രയും നമുക്ക് മണി കിട്ടിയ പോലെ അല്ലേ? അത് മാത്രമല്ല, നമുക്ക് ടൈം ശരിക്കും സേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു പരിഹാരത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ട് സമർപ്പിക്കുന്ന ഒന്നാണ് ഒരു ടെക്നിക്ക് ഉണ്ട്, പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അതായത് നിങ്ങൾ, ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ പല ജോലികളും ചെയ്യുന്നുണ്ടാവും. ആ ചെയ്യുന്ന ജോലികളിൽ തന്നെ നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുത്ത് അല്ലെങ്കിൽ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ജോലികൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ പല ജോലികളും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ ജീവനക്കാർ പോലും, അവർ എന്ത് ജോലി ചെയ്യുന്നെന്നോ, ഒരു ദിവസം എത്ര സമയം ജോലി ചെയ്യുന്നെന്നോ, ഇതൊന്നും പറയാനുള്ള സാധ്യതയില്ല. ശരിയല്ല ഞാൻ പറയുന്നത്? ജീവനക്കാർ എന്ത് ജോലി ചില സമയം നോക്കിക്കഴിഞ്ഞാൽ അവർ ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കൊടുത്ത ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ജോലി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെ? ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഞാനും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. ഇതിന്റെ പേരാണ് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ പൊമോഡോറോ ടെക്നിക്ക് എന്താണെന്നുള്ളത്, ഇത് 100% നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഫോണിലൂടെയും നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലൂടെയും എല്ലാം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ടെക്നിക്കാണ് ഈ പൊമോഡോറോ ടെക്നിക്. അതിനു വേണ്ടി ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ പൊമോഡോറോ ടെക്നിക്ക് എഴുതി കാണുന്നുണ്ടോ? കാണുന്നുണ്ട് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. കാണുന്നുണ്ടോ? സ്ക്രീൻ ഇതിൽ എഴുതിയത് കാണുന്നുണ്ടോ? ഓക്കെ, ഗുഡ് ഗുഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ, സോ ഞാനത് ഒരു കാര്യം ചെയ്യാം. ഈ ടെക്നിക്ക് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, സോ വാട്ട് വിൽ ഡു, ഇതിന്റെ ലിങ്ക് ഞാൻ ആദ്യം ഇടുന്നുണ്ട്. ഇത് ദയവ് ചെയ്ത് നിങ്ങൾ കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഞാൻ ആദ്യം ലിങ്ക് ഇടുന്നുണ്ട്. ഓക്കെ, ഞാൻ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിത് കാണിക്കാം. ഓക്കെ, സോ ഈ ടെക്നിക്ക് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നു. അതായത് ഇതിന്റെ പേര് പൊമോ ഫോക്കസ് എന്നാണ്. ഓക്കെ, പൊമോ ഫോക്കസ് എന്നാണ് ഇതിന്റെ പേര്. കാണുന്നുണ്ടോ? ഒരു ചുവന്ന കളറിലുള്ള പൊമോ ഫോക്കസ് കാണുന്നുണ്ടോ? ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്തേ. പൊമോ ഫോക്കസ് എന്ന് പറയുന്നത് കാണുന്നുണ്ടെങ്കിൽ ഒരു 25 എന്ന് കാണുന്നുണ്ടോ? 25 മിനിറ്റ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാണുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തോ. കാണുന്നുണ്ടോ? ക്ലിയർ? ഓക്കെ, അതായത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സയന്റിഫിക് സ്റ്റഡീസ് എല്ലാം പറയുന്നത് ഒരാൾക്ക് 25 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, 25 മിനിറ്റാണ് ഒരാളുടെ എഫിഷ്യൻസി റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അവർ പറയുന്നത് ഈ ഒരു പൊമോ ഫോക്കസിലൂടെ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ജോലികൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഉദാഹരണത്തിന് എന്താണ് ഒരു ജോലി തീരുമാനിക്കുകയാണെങ്കിൽ എന്താ പറയുക, ടോക്ക് ടു വെൻ സപ്ലയേഴ്സ്. ഓക്കെ, രാവിലെ വന്ന ഒരു കാര്യം ചെയ്യാം. ഓക്കെ, മോർണിംഗ് മീറ്റിംഗ്. ഓക്കെ, അതൊരു ഇതായി. ഓക്കെ, അത് എത്ര മിനിറ്റ് ആണ്? ഒരു 25 മിനിറ്റ് ആണെന്ന് വെച്ചോളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് ഇത് സേവ് ചെയ്തു. ഓക്കെ, ഇത് സേവ് ചെയ്തു. അടുത്ത ആ രീതിയിൽ ഇത് എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഈ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഈ സംഭവം ഇങ്ങനെ ഓടിത്തുടങ്ങും. ഓക്കെ, കറക്റ്റ് 25 മിനിറ്റ് മോർണിംഗ് മീറ്റിംഗ് നമ്മൾ 25 മിനിറ്റ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് വെച്ചോളൂ. 25 മിനിറ്റ് ഇങ്ങനെ ഓടിത്തുടങ്ങും. അതേപോലെ നമ്മൾ രാവിലെ വന്ന ഉടനെ തന്നെ ഇതിനെല്ലാം നമുക്ക് കൊടുക്കുക. അടുത്തത് ടോക്ക് ടു ഓക്കെ, രണ്ടാമത്തെ ടാസ്ക് കൊടുത്തു. ഓക്കെ, അതേപോലെ നമുക്ക് ടാസ്കുകളെല്ലാം കൊടുത്തു വരാം. ഇത് മൂന്നാമത്തെ ടാസ്ക് കൊടുക്കുക. മൂന്നാമത്തെ ടാസ്ക് ഉദാഹരണത്തിന് ടോക്ക് ടു ഇങ്ങനെ നമ്മൾ ടാസ്ക് കൊടുത്തിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇങ്ങനെ ടാസ്കുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടാസ്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന 25 മിനിറ്റ് ആണെന്ന് വെച്ചോളൂ. 25 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇതാവും, ബ്ലിങ്ക് ചെയ്യും. അപ്പൊ 25 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ 5 മിനിറ്റിന്റെ ബ്രേക്ക് എടുക്കണം. നമുക്ക് മാത്രമുള്ളതല്ല കേട്ടോ, നമുക്കും നമ്മുടെ ജീവനക്കാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റാവുന്ന ഒരു സാധനമാണിത്. ഓക്കെ, അപ്പോൾ 25 മിനിറ്റ് വർക്ക് ചെയ്യുന്നു. 25 മിനിറ്റ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് എഴുതുകയാണ്. പക്ഷെ തിരിച്ച് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഒരു 25 മിനിറ്റിൽ ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ആവും. പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. ഇത് 5 മിനിറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുന്നു? പിന്നെയും വീണ്ടും നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അടുത്ത ടാസ്കിലേക്ക് പോകുന്നു, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. 3 പ്രാവശ്യം 25 മിനിറ്റും ഒരു 5 മിനിറ്റും. ഓക്കെ, നാലാമത്തെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടത് 15 മിനിറ്റിന്റെ ലോങ് ബ്രേക്ക് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ ജീവനക്കാരോട് എല്ലാവർക്കും തന്നെ നമ്മളാണല്ലോ അവർക്ക് വഴികാട്ടിയാവേണ്ടത്. നമ്മളടക്കം ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പറയാം, ഇനി തൊട്ടിട്ട് ഈ ഈ ബ്രേക്കിൽ മാത്രമേ ഫോൺ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ. അത് മാത്രമല്ല, അവർക്ക് ആ സമയത്ത് കൃത്യമായിട്ട് ബാക്കിയുള്ള 25 മിനിറ്റ് ഫുള്ളായിട്ടും ജോലിയിൽ ശ്രദ്ധിക്കാം. ബാക്കി കിട്ടുന്ന ഓരോ 5 മിനിറ്റും അവർക്ക് പൂർണ്ണമായിട്ട് അവർ പേഴ്സണലായിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പൊ നടത്ത നല്ല എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ 25 മിനിറ്റ്, ഓരോ 25 മിനിറ്റിന് 5 മിനിറ്റിന്റെ ഷോർട്ട് ബ്രേക്ക്, 25 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ബ്രേക്ക്. ഈ രീതിയിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ, ഈ രീതിയിൽ നമ്മൾ വർക്ക് ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരോ അനാവശ്യമായിട്ട് ഇവിടെ വെറുതെ വന്ന് സമയം കളഞ്ഞു എന്നുള്ള പ്രശ്നം വരില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ തന്നെ റിപ്പോർട്ട് എടുക്കാനും കഴിയും. ഇതിന്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ആരാരെന്തൊക്കെ ചെയ്തു, എത്ര മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസം എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാനും കഴിയും. ഇതാണ് പൊമഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, എല്ലാത്തിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ആയിട്ടുള്ള ഡിജിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊന്നും തന്നെ ഒരു തലകുത്തി മറിയാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ടെക്നിക്കൽ നോളജോ ഒന്നും ആവശ്യമില്ല. ഇതിൽ ജസ്റ്റ് എൻ്റർ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, തമിഴിലാണെങ്കിൽ തമിഴിൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്ന ആദ്യത്തെ ടെക്നിക്ക്. ഇത് നിങ്ങൾ ടൈം ഈസ് മണി എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ? ഈ ടൈം ഈസ് മണി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സമയം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലും നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലും ഇത് വളരെ വലിയൊരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരും. ഓക്കെ, ഇനി ഞാൻ അടുത്ത് പോകാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലല്ലോ. അടുത്ത് പോകാൻ പോകുന്ന ഒരു കാര്യം, ആദ്യം വീണ്ടും ഞാൻ എൻ്റെ ഇതിലേക്ക് വരികയാണ്, പ്രസന്റേഷനിലേക്ക് വരികയാണ്. ഓക്കെ,
സന്ദേശം ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ ഒന്നുകൂടെ. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ. സെക്കൻഡ് വൺ ഈസ് മൈൻഡ് സെറ്റ് അല്ലേ. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ. അപ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടായതുകൊണ്ട് ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും ഞാൻ അതിന്റെ ആത്മഹത്യയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരെ എത്തിയ ഒരാളാണ് ഞാൻ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുന്നതിനും അതേപോലെ ജോലി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന വേറൊരു ആപ്പിന്റെ പേരാണ് Brain.fm എന്ന് പറയുന്നത്. ഈ Brain.fm എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊരു തീറ്റ വേവ്സിലുള്ള ഒരു മ്യൂസിക്കാണ്. ഇതെല്ലാം ഏതാണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഇതെല്ലാം പറയുന്നത് നമ്മളെ പോലെ സാധാരണക്കാരെ ബിസിനസ്സുകാർക്ക് ഇതൊന്നും ശരിയാവുമെന്ന് അറിയില്ല എന്ന് പലർക്കും ഇപ്പോൾ ഇവിടെയുള്ള പലർക്കും മനസ്സിൽ തോന്നുന്നുണ്ടാവാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ വൺ മാൻ കമ്പനി ആയാലും ശരി, ഇല്ല 100 പേരുടെ കമ്പനി ആയാലും ശരി, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകാരല്ല, ചെറുകിട സംരംഭകർ തന്നെയാണ്. അപ്പൊ നിങ്ങളെല്ലാം ഉദ്ദേശിച്ചത് തന്നെയാണ് ഇതെല്ലാം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത പേര് Brain.fm എന്നാണ്. അത് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുക. ഇത് ഒന്ന് ട്രയൽ ഉണ്ട്, 15 ദിവസത്തെ ട്രയൽ ഉണ്ട്. നിങ്ങൾക്ക് ട്രയൽ എടുത്ത് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ഫർദർ ആയിട്ട് ഉപയോഗിക്കാം. വളരെ നല്ലൊരു സംഭവമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം, ഞാൻ അനുഭവിച്ച ആ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കാതിരിക്കാനും ആ കഷ്ടപ്പാട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പ് ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമേഷൻ, ബിസിനസ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടോമേഷനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മൾ ഓട്ടോമേഷന്റെ കാര്യത്തെ കുറിച്ചിലാണ് നമ്മൾ കൂടുതലും ഇത് ചെയ്യുന്നുണ്ടാവുക. എന്നുവെച്ചാൽ നമ്മൾ ഓട്ടോമേഷൻ പല ഏരിയകളിലും നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഒരാളുള്ളവരായാലും 10 പേരുള്ള കമ്പനി ആയാലും, നമ്മൾ അവിടെ ഓട്ടോമേഷനിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭാവത്തിലും ആ ബിസിനസ് മുന്നോട്ട് പോകും. നിറയെ ജീവനക്കാരില്ലാതെ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതായത് ഇപ്പൊ 10 ജീവനക്കാരുണ്ടെങ്കിൽ 50 ജീവനക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നും കുറഞ്ഞത് 20% ജീവനക്കാരെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോമേഷന്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഞാൻ ഇന്നത്തെ വെബിനാറിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അപ്പൊ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ബിസിനസ്സിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണ്, ഓട്ടോമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഓട്ടോമേഷൻ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമേഷന്റെ എന്ന് പറയുന്നത് Wonder.legal എന്ന് പറയുന്നത്. Wonder.legal എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അടിക്കുകയാണെങ്കിൽ, ജീവനക്കാർക്ക് നിങ്ങൾ എത്ര പേര് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ വല്ല നിങ്ങൾ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അത് മാത്രമല്ല, നിങ്ങൾ പാർട്ട്ണർഷിപ്പാണ്, ചിലപ്പോൾ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് ഡീഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഡീഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഡീഡും നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ റിയാദ് എന്നെല്ലാം ഉണ്ട്, അബ്ദുൽ ജലീൽ റിയാദ് എന്നാണ്. നിങ്ങൾക്ക് അവിടെയാണ് ബിസിനസ് എങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ചുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ് വെറും 5 മിനിറ്റ് കൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തും. നിങ്ങൾ അവിടെ നിങ്ങളുടെ പേരും ബിസിനസിന്റെ പേരും അഡ്രസ്സും മാത്രം കൊടുത്താൽ മതി. അത് എന്താണെന്നുള്ളതും കൂടി ഞാനിപ്പോ കാണിച്ചു തരാം. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീന് മാറ്റുന്നൊന്നും വിചാരിക്കരുത്. ഓരോന്നും ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഈ കോളേജിൽ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല.
നിങ്ങൾക്ക് ഓരോന്ന് ലൈവായിട്ട് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിന്റെ ലിങ്ക് ഇടാൻ പറ്റും. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജീവനക്കാർക്ക് ഓഫർ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുക. എല്ലാറ്റിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും അതേപോലെ സ്ഥാപനത്തിന്റെ പേരും മാത്രം അതിൽ കൊടുക്കുക. ഒരു പുതിയതായിട്ട് ഒരു ജീവനക്കാരനെ നിങ്ങൾ ഇതിൽ മാർക്കറ്റിംഗിലായിക്കോട്ടെ, ഇതിൽ പ്രൊഡക്ഷനിലായിക്കോട്ടെ, അല്ലെ എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ പർച്ചേസിലായിക്കോട്ടെ, HR-ലായിക്കോട്ടെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അടച്ചു കൊടുക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു HR-ൽ ഒരാളുടെ ആവശ്യം തന്നെ ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പൊ അതും കൂടി ഞാനിപ്പോ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് സംഭവം. ഓക്കെ, ഇതിന്റെ ലിങ്ക് ഞാനിപ്പോ കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് ഡൗൺലോഡ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം മാറ്റം കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഓക്കെ, ഇത് കണ്ടില്ലേ? ഇതാണ് സംഭവം. wonder.legal എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണോ അതെല്ലാം അത് ഉണ്ടാക്കി തരും. ഇത് കാണുന്നുണ്ടോ? ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സിന്റെ ആണെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിന് ഒരാൾ എടുക്കുകയാണെങ്കിൽ അയാൾക്കുള്ള ഓഫർ ലെറ്റർ വേണോ അത്, ഇല്ല എംപ്ലോയ്മെന്റ് ജോലിക്ക് എടുക്കുകയാണെങ്കിൽ അതിനെടുക്കുക. എന്തിനാ ഒരു എംപ്ലോയിയെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള പോളിസി ഉണ്ടാക്കണോ അത് ഉണ്ടാക്കി തരും. ഇല്ല സോഷ്യൽ മീഡിയ പോളിസി വേണോ അത് ഉണ്ടാക്കി തരും. ഇനി ഒരു ജീവനക്കാരൻ എടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവർ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് വേണോ അതും ഉണ്ടാക്കി തരും. ഓക്കെ, ഇനി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. ഓക്കെ, ഓഫർ ലെറ്റർ ഫോർ ഇത് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട് ഓഫർ ലെറ്റർ ഫോർ എംപ്ലോയ്മെന്റ്. ഈ ഓഫർ ലെറ്റർ ഫോർ എംപ്ലോയ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണുന്ന ടെംപ്ലേറ്റ് ഇല്ലേ, ഈ ടെംപ്ലേറ്റ് അങ്ങോട്ട് ജസ്റ്റ് ഫിൽ ചെയ്താൽ മാത്രം മതി. ഫിൽ ചെയ്യാന്ന് വെച്ചാൽ ഈ മഞ്ഞ ലെറ്റർ കാണുന്ന അവിടെ എല്ലാം, ഓക്കെ, എവിടെയെല്ലാമാണോ ഈ മഞ്ഞ ലെറ്റർ കാണുന്നത് അത് ഇത് കണ്ടപ്പോൾ ഉദാഹരണത്തിന് ഇത് പുതിയ ജോബ് എംപ്ലോയ് എടുക്കുന്നത് സെയിൽസ് മാനേജർ ആണെന്ന് തന്നെ വെച്ചോളൂ. ഇവിടെ സെയിൽസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെല്ലാം ഈ പൊസിഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, അതേപോലെ ഈ എവിടെയെല്ലാം ഗ്യാപ്പ് ഫില്ല് ചെയ്യണോ അത് മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്യട്ടൂ. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ എംപ്ലോയ്മെന്റ് ഓർഡർ പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി അത് കൂടാതെ നിങ്ങൾ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കുന്നത്, ഇതാ പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ ബിസിനസ് ഒരു നല്ല പ്രൊഫഷണൽ രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പിയാണ്. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച്, നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ സൗദിയിലാണ്, ഇപ്പൊ റിയാദിലാണ്, ജലീലില്ല, റിയാദിലാണെങ്കിൽ റിയാദിൽ ഇടാം. ഓക്കെ, ഇവിടെ നിന്ന് ആരും മലേഷ്യ ആരും കൊണ്ടില്ലേ? ഓക്കെ, മലേഷ്യയിലാണെങ്കിൽ അവിടുത്തെ നിയമം, ആ നിയമം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, അവിടെ മാത്രം മാറ്റിയാൽ മതി. ആ രാജ്യത്തെ എന്താണ് നിയമം അതനുസരിച്ചിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ് അത് ഫില്ല് ചെയ്ത് തരും. നിങ്ങൾ ഈ ടെംപ്ലേറ്റ് ഒന്ന് ഫില്ല് ചെയ്യണം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള നിയമവശങ്ങളെല്ലാം തന്നെ അതിൽ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സത്യം പറഞ്ഞ് നിങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു വക്കീലിന്റെ അടുത്ത് പോയി നോട്ടറി കണ്ട് അവരെ കൊണ്ട് ഇതെല്ലാം എഴുതിപ്പിച്ച് അതെല്ലാം എടുത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് 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 ദിവസങ്ങളാവും അല്ലെ. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിൽ തന്നെയുണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഒന്നിൽ വേർഡ് ആയിട്ട് വേണമെങ്കിൽ വേർഡിൽ ഡൗൺലോഡ് ചെയ്യാം, PDF ആണെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിനെല്ലാം ഉപയോഗിക്കാം. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് അല്ല? ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ പകുതി ജോലി ഭാരം ഇത് തീർത്തു തരും. ഒഫീഷ്യൽ ആയാലും ശരി, പേഴ്സണൽ ആയാലും ശരി, നിങ്ങളുടെ പകുതി ജോലി ഭാരം തീർത്തു തരും. ഇൻട്രസ്റ്റിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. യെസ്, താങ്ക് യു അബ്ദുൽ സലാം, താങ്ക് യു ഫൈസൽ, താങ്ക് യു ശിവരാമകൃഷ്ണൻ, താങ്ക് യു ബാബു, താങ്ക് യു രാജേഷ് ജി, താങ്ക് യു വൃന്ദ, താങ്ക് യു റീത്ത, താങ്ക് യു സോ മച്ച്, താങ്ക് യു.
താങ്ക് യു ഫൈസൽ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾക്ക് വളരെ അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഇതും തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരുപാട് സമയം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതാ പോകുന്നത്. അടുത്തത് ലീഗൽ ഡോക്യുമെന്റ് പറഞ്ഞു. ഇനി എന്താണ് എടുത്ത് കാണുന്നുണ്ടല്ലോ. ഇനി അടുത്തത് എത്ര പേര് ഇപ്പൊ ഇന്ന് പങ്കെടുക്കുന്ന ഇത്ര പേര് പങ്കെടുക്കുന്ന ആക്ച്വലി എത്ര പേരുണ്ട്? 47 പേരുണ്ട്. ഓക്കെ, എത്ര പേർക്ക് എന്റെ അടുത്ത് നിന്നും ഒരു വന്നത്, ഒരു മെസ്സേജ് വന്നത്, അതായത് ഇന്നമാതിരി ഇത്ര മണിക്ക് ഇനി 5 മണിക്കൂറുണ്ട്, ഇനി 3 മണിക്കൂറുണ്ട്, ഇനി 2 മണിക്കൂറുണ്ട് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്കെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ടാവുമല്ലോ. വാട്സപ്പിലൂടെ മെസ്സേജ് വന്നിട്ടുണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ ആ മെസ്സേജ് എല്ലാം വരുന്നത് ഞാൻ ഇരുന്ന് അയക്കുകയല്ല, ഞാനിതെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ പുറത്ത് ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. ഓക്കെ, അത് അതിന്റെ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടിയെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? വാട്സപ്പ് ഓട്ടോമേഷൻ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? വാട്സപ്പ് ഓട്ടോമേഷൻ ഓക്കെ, ചെയ്യുന്നില്ല. യെസ്, ഓക്കെ, അബ്ദുൾ, ഓക്കെ. സുനിൽ പി ഉണ്ട് ഇവിടെ. സുനിൽ പി, അദ്ദേഹം ഒന്നും മെസ്സേജ് ഒന്നും ടൈപ്പ് ചെയ്ത് കാണുന്നില്ല. ഒരു ഹായ് അയക്കാമോ സുനിൽ പി? എന്നുവെച്ചാൽ എൻ്റെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഒന്ന് ആക്റ്റീവ് ആയിരിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഒരു പാസീവ് ലിസണർ ആകരുത്, അതുകൊണ്ടാണ് എൻ്റെ അഭ്യർത്ഥന. ഓക്കെ, സോ ഇത് ഈ വാട്ടി എന്ന് പറയുന്നത്, ഓക്കെ, വാട്ടി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി, വാട്ടി എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ആണത്. നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ മാസം ഒരു 3000 രൂപ ചെലവാക്കാൻ റെഡിയാണെങ്കിൽ, മാസം ഒരു 3000 രൂപ ചെലവാക്കാൻ റെഡി ആവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് വാട്ടി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടിയെ കുറിച്ച് ആക്ച്വലി എന്താ നമ്മുടെ ഇതിലൊക്കെ കമ്മ്യൂണിറ്റിന്റെ പ്രോഗ്രാമിൽ കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് ചാപ്റ്റർ ഉണ്ട്. പോയിന്റ് ബൈ പോയിന്റ്, വേർഡ് ബൈ വേർഡ് എങ്ങനെയാണ് വാട്ടി ഉപയോഗിക്കാൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വാട്ടിയെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലിങ്കും കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അതൊന്ന് ഉപയോഗിക്കുക. ഓക്കെ, ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതല്ല അതേപോലെ വാട്സപ്പ് ഓട്ടോമേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നിങ്ങളുടെ ബിസിനസ്സിനെ പുറകോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കുക. ഓക്കെ, സോ ഈ വാട്ടി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് എന്താ, നിങ്ങൾ പുതിയൊരു എല്ലാവരും നിങ്ങളെല്ലാം എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് ടൈപ്പ് ചെയ്യാവോ? എന്ത് ബിസിനസ്സാണ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യാം. അതിൽ നിന്ന് എനിക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റും. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് ടൈപ്പ് ചെയ്യാവോ? ബേക്കറി. ഓക്കെ, ബേക്കറി. ഫൈസൽ പറയുന്നത് ബേക്കറി. ഓക്കെ, അപ്പോ കോക്കനട്ട് ഓയിൽ, സലാം പറയുന്നത് കോക്കനട്ട് ഓയിൽ. ശിവരാമകൃഷ്ണൻ ഒരു സ്പോർട്സ് ഷോപ്പാണ്. ഓക്കെ, റീത്ത പറയുന്നത് ഇതാണ്, ലൈഫ് കോച്ചിങ് ആണ്. ഓക്കെ, വൃന്ദ ബ്യൂട്ടി പാർലർ ആണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ആദ്യം പറഞ്ഞ ബേക്കറി പറഞ്ഞില്ല. ഓക്കെ, സോ ഫൈസൽ പറഞ്ഞു ബേക്കറി ആയിരുന്നു. ബേക്കറി എടുക്കാം. ഓക്കെ, ബേക്കറി എടുക്കുകയാണെങ്കിൽ അതേപോലത്തെ ഒന്നും വേണ്ട. കോക്കനട്ട് ഓയിൽ എന്താണ്, അത് എക്സ്പോർട്ട് ആണോ അബ്ദുൽ സലാം? അല്ല, ലോക്കലിലെല്ലാം കൊടുക്കുകയാണോ? ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേക്കറി ആണെന്ന് തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആയാലും ശരി, നമുക്ക് നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമറുടെ എല്ലാവരുടെയും തന്നെ വാട്സപ്പ് ഡീറ്റെയിൽ കൃത്യമായി വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോക്കൽ ഹോൾസെയിൽ ആണ് അല്ലേ അബ്ദുൽ സലാം? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അവരുടെ എല്ലാം തന്നെ ഇത് വാങ്ങിക്കുക, വാട്സപ്പ് നമ്പർ വാങ്ങിക്കുക എന്നുള്ളതാണ്. അവരുടെ വാട്സപ്പ് നമ്പർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അടുത്ത് പുതിയ സ്റ്റോക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ എല്ലാ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു പോസ്റ്റായിട്ട് അയക്കാൻ കഴിയും. അതേപോലെ ഉദാഹരണത്തിന് നിങ്ങൾ ബേക്കറി നടത്തുന്ന ഫൈസൽ പറഞ്ഞു അല്ലെ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ആരെങ്കിലും ഒരാൾ അവരുടെ ബർത്ത്ഡേക്ക് കേക്ക് ഓർഡർ ചെയ്താമെന്ന് വെച്ചോളൂ. ആ ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്യാൻ വരുമ്പോൾ ഏത് ദിവസമാണ് ബർത്ത്ഡേ എന്ന് അവർ കൃത്യമായിട്ട് പറയും അല്ലെ. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് അതും കൂടെ നിങ്ങൾ വാട്ടിയിലേക്ക് കൊണ്ടുവന്ന് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതേ ദിവസം അടുത്ത വർഷം വരുമ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെക്കാം. അതിന് ഒരാഴ്ച മുമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോകുന്ന പോലെ വാട്സപ്പിലൂടെ അവർക്കൊരു മെസ്സേജ് പോകും. ഇൻക്ലൂഡിങ് അതിൽ ബൈയിങ് ബട്ടൺ ഒക്കെ ഓപ്ഷൻ ഉണ്ട്.
ആ മെസ്സേജ് പോവും. അതിൽ നിങ്ങളുടെ അടുത്തുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേക്കുകളുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ഇൻസർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഓർഡർ നൗ എന്നുള്ള രീതിയിലേക്ക് കൊടുക്കാൻ പറ്റും. ഒരു വെബ്സൈറ്റ്, ശരിക്കും ഒരു വെബ്സൈറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 മുതൽ 15 ലക്ഷം രൂപ ചെലവ് വരുന്ന സംഭവം നിങ്ങൾക്ക് വെറും ഒരു വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാസം 2000 3000 രൂപ മാത്രം ചെലവാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് വാട്ടിയുടെ പ്രത്യേകത. അതേപോലെ കോക്കനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ തന്നെ പുതിയ ഓർഡർ പുതിയൊരു സ്റ്റോക്ക് വരികയാണ്, അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണ്, അതിന് വേറെ എന്തെങ്കിലും ബൈ പ്രോഡക്ട്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഇത് വന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് സാധനം വരുമ്പോൾ ഇത്ര സ്റ്റോക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അവർക്കെല്ലാം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാനും അവർക്ക് അത് നോക്കിയിട്ട് അതിലൂടെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനും എല്ലാം തന്നെ ഈ വാട്ടി കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ഈ വാട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ലിങ്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അതിലേക്ക് ഒരു കൈ ഓടിച്ച് നോക്കുക. തീർച്ചയായും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതെങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, സോ അത് ടെലികാസ്റ്റ് നിങ്ങൾക്ക് വാട്സപ്പ് ഓട്ടോമേഷൻ ചെയ്താൽ പറ്റും. വാട്സപ്പ് ഉപയോഗിക്കാത്തതായിട്ട് ആരും തന്നെ ഇപ്പോൾ ഇല്ല, ശരിയാണ്. അപ്പോൾ ദയവ് ചെയ്ത് അത് നിങ്ങളുടെ ഭാഗമാക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മാസം ഒരു 2500 3000 രൂപ പോകുന്നത് ഒരു ചെലവായിട്ട് കണക്കാക്കാതിരിക്കുക. അതിന്റെ ഒരു 10 മടങ്ങ് നിങ്ങൾക്ക് റിട്ടേൺ ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം, ബിസിനസ് ജീവിതമായിക്കോട്ടെ പേഴ്സണൽ ജീവിതമായിക്കോട്ടെ, അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ് തന്നെ. നമ്മുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് നമ്മുടെ ബ്രൂസ്ലിയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. അതായത് ഞാൻ ഭയക്കുന്നത് 10,000 ട്രിക്കുകൾ പഠിച്ച ഒരാളല്ല, ഒരു ട്രിക്ക് 10,000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത ആളെയാണ് എന്നാണ് ബ്രൂസ്ലി പറയുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു ട്രിക്ക് 10,000 പ്രാവശ്യം പഠിച്ച ആളെന്ന് പറയണമെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ആ ഒരു കാര്യം അവരുടെ ഹാബിറ്റിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീഴ്ച വീണതിൽ നിന്നും അതിൽ നിന്ന് തിരിച്ചു കയറുമ്പോൾ ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ ഹാബിറ്റിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നാണ് എനിക്കൊരു സാധനം വാങ്ങിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഓക്കെ, എനിക്കൊരു സാധനം വാങ്ങിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് 72 മണിക്കൂർ സമയമെടുത്ത് ആലോചിച്ച ശേഷം, എത്രയാണ്? 72 മണിക്കൂർ. ആ 72 മണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്ക് ആ സാധനം വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കൂ. അതാണ് ഞാൻ അതിനുശേഷം എടുത്ത ഒരു തീരുമാനം. രണ്ടാമത്തെ തീരുമാനം അതേപോലെ, ഇത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനെ നടത്തിക്കൊണ്ടും പോകണം, അല്ലെ? അതെല്ലാം അങ്ങനെയാണ് നമ്മുടെ ഹാബിറ്റിന്റെ ഭാഗമാവുക. രണ്ടാമത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ദിവസവും രാവിലെ 3:12 എഴുന്നേൽക്കുക എന്നൊരു തീരുമാനം. ആ 3:12 എഴുന്നേൽക്കുന്നത് അതെന്റെ ഹാബിറ്റിന്റെ ഭാഗമാക്കി. ഓക്കെ, അത് കൂടാതെ ചില ചില ഇത് കേൾക്കുന്നു, രാവിലെ എഴുന്നേറ്റ് സ്ട്രേഞ്ചസ് സീക്രട്ട് എന്ന് പറയും, ആ ഒരു ഓഡിയോ അത് ദിവസം കേൾക്കുക. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ല brain.fm, ഇതൊരു അരമണിക്കൂർ ഇതാക്കുക. ഇതെല്ലാമാണ് എന്റെ ഹാബിറ്റിന്റെ ഭാഗം. കൂടാതെ അരമണിക്കൂറെങ്കിലും ഹെൽത്തിന് വേണ്ടിയിട്ട് ചില യോഗ ചെയ്യുക, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക, ധ്യാനം ചെയ്യുക. അതുകൂടാതെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു എക്സസൈസ് ചെയ്യുക. ഇതെല്ലാം എന്റെ ഹാബിറ്റിന്റെ ഭാഗമാക്കിയിട്ട് ഞാൻ മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഹാബിറ്റിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റിയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ വളരെ ചിട്ടയായിട്ടുള്ള രീതിയിൽ, നമ്മളുടെ ജീവിതം വളരെ ചിട്ടയായിട്ടുള്ള രീതിയിൽ പോകും. അപ്പൊ ചിട്ടയായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ അത് ഗുണം എന്താണ്? നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ കൃത്യമായി ഫോക്കസ് ചെയ്യാനും നമ്മൾ എവിടെയെങ്കിലും അനാവശ്യമായി ട്രാക്ക് മാറി പോകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും കഴിയും. ഒട്ടുമിക്ക സംരംഭകരും ഒരു വളർച്ച എത്തിയ ശേഷം അവിടെ നിന്നും വീഴാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? കൃത്യമായിട്ടുള്ള ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഈ വളർച്ച വരുമ്പോൾ, എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്, വളർച്ച വരുമ്പോൾ നമ്മളുടെ തലയിൽക്കകത്തേക്ക് ഏതൊരു പ്രേതം കയറി പോകുന്നു. അതായത് ആ പ്രേതം നമ്മൾ കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഈ ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. ഹാബിറ്റിക്ക എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് ഹാബിറ്റിക്ക. അതെന്താണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ പറയുന്ന കാര്യങ്ങൾ ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ബോറടിക്കുന്നില്ലെങ്കിൽ യെസ് എന്നിട്ടേ. ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് യെസ് എന്നിടുക. ഞാൻ നിങ്ങളുടെ ഒരു നല്ല ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് കാണിക്കാനാണ് പോകുന്നത്. ഓക്കെ, ഹാബിറ്റിക്ക.
അതിന്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഹാബിറ്റിക്കടെ. ഇത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് കൂടിയാണ്. ഇതാണ് ഹാബിറ്റിക്ക എന്ന് പറയുന്നത്. കാണുന്നുണ്ടല്ലോ, ഈ ഹാബിറ്റിക്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താ പറയാ, അതിൽ ഗെയിമിങ് പോലെയാണ്. ഓരോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അത് ഗെയിമിങ് പോലെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ഞാനത് ലൈവ് തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അത് സാരമില്ല, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഹാബിറ്റിക്കയിലേക്ക് പോകുന്നു. ഹാബിറ്റിക്കയിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്യാം. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഇത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഫോണിലൂടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഐഫോൺ ആണെങ്കിൽ ഐഫോണിൽ ഉപയോഗിക്കാം, ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാം. ഏത് രീതി അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ സാധാരണ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ കഴിയുമെങ്കിൽ ഇതിലേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ അതിൽ പോയിന്റ് സിസ്റ്റം എല്ലാം ഉണ്ട്. ഭയങ്കര ഗെയിമിംഗ് പോലെയാണ്. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതിൽ ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു 20 ഗോൾഡ് കോയിൻ, 30 ഗോൾഡ് കോയിൻ എന്നുള്ള നിരക്കിൽ അത് കയറി കയറി പോകും. നിങ്ങൾക്ക് തന്നെ അത് സ്വന്തമായിട്ട് കൂടുതൽ 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 ഹാബിറ്റിലേക്ക് മാറാൻ വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഹാബിറ്റിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇത് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പ്രൊവൈഡർ നിങ്ങൾക്ക് ജീവിതത്തിൽ സിസ്റ്റമാറ്റിക് ആവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആവുകയാണെങ്കിൽ മാത്രമേ, നിങ്ങൾ സാമ്പത്തികമായിട്ട് എത്ര മുന്നേറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണം, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നമ്പർ 1 ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഹാബിറ്റിക്ക ഉപയോഗിച്ച് തുടങ്ങുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുറഞ്ഞതൊരു മാക്സിമം ഒരു 3 മാസത്തിനകത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, ബിസിനസ് ജീവിതത്തിൽ വലിയ ഒരു മാറ്റം അത് കൊണ്ടുവരുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്, സ്ക്രീൻ ഷെയർ ചെയ്യാം. വിട്ട് കവർന്നു. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ചാറ്റ് ജിപിടിയിലേക്കാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ചാറ്റ് ജിപിടി ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ടോ ചാറ്റ് ജിപിടി? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ചാറ്റ് ജിപിടി കേട്ടിട്ടുണ്ടോ? എന്താണ് ചാറ്റ് ജിപിടി എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, ഫൈസൽ യെസ് കേട്ടിട്ടുണ്ട്. ഓക്കെ, ശിവരാമകൃഷ്ണൻ യെസ്, ബബിത യെസ്, വൃന്ദ യെസ്, റീത്ത യെസ്. കേട്ടിട്ടുണ്ടോ? ഹാബിറ്റ് ചാറ്റ് ജിപിടി കേട്ടിട്ടുണ്ടോ? രാജേഷ് യെസ്, രാജേഷ് ഓക്കെ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, യെസ്, വെരി ഗുഡ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അനദർ ഇതെന്ന് പറഞ്ഞ് ചാറ്റ് ജിപിടി ആണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ എൻ്റെ സന്തത സഹചാരി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ചാറ്റ് ജിപിടി ആണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ എൻ്റെ മൊബൈലിൽ ചാറ്റ് ജിപിടി ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചാറ്റ് ജിപിടിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്നെ കുറിച്ച് ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ ചാറ്റ് ജിപിടി എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്കെ, നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പറയുകയാണ്
അപ്പോൾ ശരി, നമ്മൾ അബ്ദുൽ സലാമിന്റെ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാം. ഓക്കെ, ചാറ്റ് ജി പി ടിയോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, എനിക്ക് വന്നിട്ട് കേരളത്തിൽ, ഓക്കെ, ഞാൻ കോക്കനട്ട് ഓയിലിന്റെ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഹോൾസെയിലും ഞാൻ ഹോൾസെയിലാണ് ചെയ്യുന്നത്. അത് ഞാൻ വികസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, സഹായിക്കാമോ എന്ന് നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാലോ? ഓക്കെ, നമുക്ക് ചാറ്റ് ജി പി ടിയോട് തന്നെ ചോദിക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ വളരെ വിശദമായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഇതിൽ വളരെ വിശദമായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിളായിട്ട് ഇത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ വാട്ട് വി ആർ ഡൂയിങ്, നിങ്ങളുടെ സത്യം പറഞ്ഞാൽ ഇതൊരു പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ അവിടെ ഇടുന്നുണ്ട്. എനിക്ക് അങ്ങയുടെ ഓപ്പണായിട്ട് പറയുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മിസ്റ്റർ അബ്ദുൽ സലാം. പലരും പറയാൻ പോലും മടിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വലിയൊരു നല്ല കഴിവാണ്. ഓക്കെ, സോ ഞാനിത് ചാറ്റ് ജി പി ടിയുടെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, ചാറ്റ് ജി പി ടിയുടെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, ഞാനത് കാണിക്കണ്ടേ, പറഞ്ഞ പോലെ ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുകയാണ്. ഓക്കെ, എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവനോട് ചോദിക്കാം. ഐ ആം റണ്ണിങ് കോക്കനട്ട് ഓയിൽ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, എന്താണ് അബ്ദുൽ സലാം, എന്താ ചെയ്യുന്ന, കോക്കനട്ട് ഓയിലിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണോ, ലോക്കൽ ഹോൾസെയിൽ അല്ലേ? കോക്കനട്ട് ഓയിൽ ഹോൾസെയിൽ ബിസിനസ് ഇൻ കേരള. ഐ വാണ്ട് ടു ഇംപ്രൂവ് സെയിൽസ്. എത്ര വർഷമായി ചെയ്യുന്നു? ടൈപ്പ് ചെയ്യാവോ? എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മൾ 2 വർഷമായി അല്ലേ? ഓക്കെ, ഓക്കെ, റൈറ്റ്. ഐ വാണ്ട് ടു ഇംപ്രൂവ്. ഓക്കെ, I want to improve sales of this business. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഇപ്പൊ ചോദിച്ചതാണ്, ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിരിക്കുകയാണ്. കാണുന്നുണ്ടോ? ചാറ്റ് ജി പി ടി എണ്ണൻ ഉത്തരം തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പറയാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ബ്രാൻഡിങ്. ഓക്കെ, ഈ ഹൈലൈറ്റ് ഒതന്റിക്, നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള കേരളത്തിൽ പ്രത്യേക, കേരളത്തിന്റെ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് കേരള ബ്രാൻഡിങ് ഒന്ന് നന്നായിട്ട് ചെയ്യാൻ പറയുന്നത്. അതേപോലെ എവിടെയെങ്കിലും കൾച്ചറൽ അസോസിയേഷനിലുണ്ടെങ്കിൽ ഓക്കെ, അവിടെയെല്ലാം പോയിട്ട് ഈ ഒരു ഇവന്റ്സ് എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക, ഇതെല്ലാം ചെയ്യുക. അതേപോലെ നമ്മുടെ ആമസോൺ പോലെയുള്ള, ഓക്കെ, ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലുള്ള കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവിടെ ഇത് ചെയ്യുക. കൂടാതെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ബിസിനസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല വാട്ടി, അതേപോലെ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ ചെയ്യുക. പിന്നെ അത് കൂടാതെ ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് തന്നെ നല്ല നല്ല കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്താണ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് തന്നെ അങ്ങേക്ക് ഞാൻ ചാറ്റ് ബോക്സിൽ അയക്കുന്നുണ്ട്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, അതങ്ങ് എടുത്താൽ മതി. ചാറ്റ് ബോക്സിൽ ഇത്ര വലുതിടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാമോ, അങ്ങയുടെ വാട്സപ്പ് നമ്പർ എനിക്കൊന്ന്, വാട്സപ്പ് നമ്പറിൽ നിന്ന് എന്റെ നമ്പറിലേക്ക് ഒന്ന് അയക്കാവോ? 9497154400, 9497154400. അതിലേക്ക് ഒന്ന് ഒരു ഹായ് അയക്കാമോ? അതിലേക്ക് ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞതും ഞാൻ ഇപ്പൊ കിട്ടിയ സാധനം ഞാൻ നിങ്ങൾക്ക് അയക്കാം. ഇത് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി, പേരും പറഞ്ഞിട്ട് ഒരു ഹായ് അയച്ചാലും മതി. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും കോക്കനട്ട് ഓയിലിനുള്ള ഇതും കൂടെ അയച്ചാൽ മതി. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞതും ഞാൻ താങ്കൾക്ക് ഇത് അയച്ചു തരാം.
വേറെ ആർക്കെങ്കിലും നമ്മുടെ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഇട്ടാൽ മതി, ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ ബിസിനസ്സും കൂടെ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ചെയ്യാൻ നോക്കാം. ഒന്നിടാവോ? ഒന്നിട്ടെ. ഒന്ന് ടൈപ്പ് ചെയ്യാവോ? വേറെ ആർക്കും വേണോ? ഓക്കെ, നോ പ്രോബ്ലം. ഇത് തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ ഇത് വെച്ചിട്ട് മിസ്യൂസ് ഒന്നും ചെയ്യപ്പെടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സാരമില്ല. ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഇതൊക്കെ നോക്കിയിട്ടില്ല. ഇനി ഞാൻ എന്താ പറയാ, ഇനി കുറച്ച് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ കോച്ചിങ് ഉപയോഗിച്ചുകൊണ്ടും മെന്ററിങ് ഉപയോഗിച്ചുകൊണ്ടും പലരുടെയും ജീവിതത്തിൽ, അവരുടെ ബിസിനസ് ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ ഒരു 2-3 പേരിനെ ഈ ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, 2-3 പേരുടെ വാക്കുകൾ, അതായത് അവർക്ക് എങ്ങനെയാണ് എന്റെ മെന്ററിങ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കോച്ചിങ്ങിൽ ചേർന്നത് കൊണ്ട് അവർക്ക് എന്ത് ലഭിച്ചു എന്നുള്ള കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തന്നോട്ടെ. ഓക്കെ, അധികം സമയം എടുക്കില്ല, ഞാൻ അന്ന് കാണിച്ചു തരാം. ഓക്കെ, ദയവ് ചെയ്തൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, സോ ഹലോ, ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. വോയിസ് കേൾക്കാമോ? സൗണ്ട് ഇല്ല അല്ലേ? ഒരു മിനിറ്റ്, ശരിയാക്കാം. ശരിയാക്കാം. കേൾക്കാമോ? ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഒളിബിൾ ആണോ? ആണെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യാവോ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഈ ടെസ്റ്റിമോണിയൽസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടെസ്റ്റിമോണിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതായിട്ട് തന്നെ അയച്ചു തരാം. ഓക്കെ, ഒന്ന് തീർച്ചയായിട്ടും എന്താ പ്രശ്നം എന്നുള്ളത് നോക്കണം. സിസ്റ്റം ഒന്ന് മാറ്റിയതിന്റെ പ്രശ്നമായിരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഞാനത് അയച്ചു തരാം. ഈ ടെസ്റ്റിമോണി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമുക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കേട്ട ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇനി അടുത്തത് ഇതിങ്ങനെ കുറെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട് കേട്ടോ. കുറെ ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് കുറെ പേരുടെ സമ്മതി പത്രമാണ്, കുറെ പേരുടെ ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്കത് കാണാൻ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാനത് ആയിട്ട് അഗൈൻ റീവർക്ക് ഉണ്ട്. എന്താണെന്ന് നോക്കട്ടെ. സോ ഇതെല്ലാം
ഓരോ ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതിന്റെ അവർക്ക് അതിന്റെ ഗുണം ലഭിച്ചവരുടെ ഓരോരുത്തരുടെ ടെസ്റ്റിമോണിയൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് അടുത്ത് അറിയാനുള്ളത്, ഓക്കെ, കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എന്നത്. അതായത് ഒരു ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി പഠിക്കുന്നത് ഒരിക്കലും നഷ്ടമാവില്ല. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതായത് സത്യം പറഞ്ഞാൽ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു ഫാമിലിയുമായിട്ട് ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, അവിടെ നമ്മൾ ഒരു മിനിമം 3000 രൂപ 4000 രൂപ എങ്ങനെ പോയി കഴിഞ്ഞാൽ ചെലവാകുന്നുണ്ടാവും. അത് ഇങ്ങനെ കഴിച്ചാൽ എങ്ങനെ പോകും. ഓക്കെ, പക്ഷെ അതേസമയം നമ്മൾ പഠിപ്പിന് വേണ്ടി, നമ്മൾ ബിസിനസ് വളർത്താൻ വേണ്ടി പഠിക്കുമ്പോൾ അത് തീർച്ചയായും ബിസിനസിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം എന്താണെന്നുള്ളതും അതേപോലെ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും, ഓക്കെ, അത് കൂടാതെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പഠിത്തത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പൈസ ചെലവാക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഫ്രീ ആയിട്ട് മാത്രം പഠിക്കാനാണ് ആഗ്രഹം എന്ന് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തുടരുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഞാൻ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഓഫറും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലെ ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിലേക്ക് വരാനുള്ള ആക്ച്വലി ചാർജസ് എന്ന് പറഞ്ഞാൽ 12,999 രൂപയാണ് അതിലേക്കുള്ള ചാർജസ്. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ, ഒരു ബിസിനസ് നിങ്ങൾ ഒരു MBA കോളേജിൽ പോയി കഴിഞ്ഞാൽ, ഓക്കെ, MBA കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു തരുന്നതിന്റെ 10 ഇരട്ടി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലിക്കബിൾ ആവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഞാൻ UK പോയിട്ട് MBA പഠിച്ച ആളാണ്, UK പോയിട്ട് MBA ചെയ്ത ആളാണ്. അപ്പോൾ എനിക്കറിയാം, അതായത് പ്രാക്ടിക്കൽ MBA എന്താണെന്നുള്ളത്, MBA കോളേജിൽ പോയിട്ട് MBA പഠിക്കുന്നത് എന്താണെന്നുള്ളത്, നമ്മുടെ പ്രാക്ടിക്കൽ ബിസിനസ് ചെയ്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഓക്കെ, അതൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻ എന്തായാലും കാണുന്നുണ്ടാവും. ഓക്കെ, സോ അതായത് എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മൈൻഡ് സെറ്റ്, നല്ല മൈൻഡ് സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങളുടെ അഭാവത്തിലും എങ്ങനെ ബിസിനസിനെ വളർത്താം, അതേപോലെ ബിസിനസിനെ വളർത്തുന്നതോടുകൂടി സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നേരത്തെ കാണിച്ചില്ല ChatGPT നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്ന പോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബിസിനസ് വളർത്താം, എങ്ങനെയാണ് നിങ്ങളുടെ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് അസിസ്റ്റന്റ്, യാതൊരു ശമ്പളവും കൊടുക്കാതെ, ശമ്പളമില്ല, ഭത്തയില്ല, ലീവില്ല, ഒന്നുമില്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു സെക്രട്ടറിയായി നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ വളർത്താം. അത് കൂടാതെ എങ്ങനെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ്, നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡിനെ വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡായി മാറുമ്പോഴാണ് നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ വാല്യൂ കൂടുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വാല്യൂ ബാക്കിയുള്ളവരെല്ലാം വിൽക്കുന്ന പോലെ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ആകുമ്പോൾ, ഉദാഹരണത്തിന് ഷെഫ് പിള്ളേ അല്ലെ, ഷെഫ് പിള്ളേ കേട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്ക് ഒരുപാട് പേര് പോകുന്നതിന് കാരണം എന്താണ്, അദ്ദേഹത്തെ സ്വയം തന്നെ ഒരു ബ്രാൻഡ് ആക്കിയിട്ട് മാറ്റിയതുകൊണ്ടാണ്. അതേപോലെ എങ്ങനെയാണ് വലിയ ടീം, ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഉള്ള ജീവനക്കാർ തന്നെ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നു, അങ്ങനെയെല്ലാം ഉണ്ട്. എങ്ങനെയാണ് നല്ല ടീം ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക, അതേപോലെ എങ്ങനെയാണ് കൃത്യമായിട്ട് ജോബ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെ കൊടുക്കും, അവർക്ക് എങ്ങനെയാണ് ആ ജോലി അവരുടെ സ്ഥാപനമാണ് എന്ന് അവർക്കും കൂടി തോന്നുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ ഒരു സീറോ ഡെപ്റ്റ് കമ്പനി, ഇപ്പോഴുള്ള ഒട്ടുമിക്ക സ്ഥാപനങ്ങളും വളരുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ലോൺ എടുത്തിട്ട് വളരുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാനിപ്പോ പറയാൻ പോകുന്ന ബൾബ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ്സിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ ഉണ്ടെങ്കിൽ പോലും ഏറി വന്നാൽ 2 വർഷമാകുമ്പോഴേക്കും നിങ്ങളൊരു സീറോ ഡെപ്റ്റ് കമ്പനി ആയിട്ട് മാറും. ആ സീറോ ഡെപ്റ്റ് കമ്പനി ആയിട്ട് എങ്ങനെ മാറാമെന്നുള്ള അതിനുള്ള ട്രിക്ക്, അതേപോലെ ബിസിനസ്സിൽ എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി കൂട്ടുക, അതിനുള്ള വഴി,
പിന്നെ മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മൾ പലരും നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും, നല്ല സർവീസ് ഉണ്ടാവും, പക്ഷെ മാർക്കറ്റിംഗ് ശരിയല്ലാത്തത് കൊണ്ട് മാത്രം തന്നെ ബിസിനസ് മുന്നോട്ട് പോകാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് കൊണ്ടുവരിക, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം നിങ്ങളുടെ ഭാഗഭാക്കാവും. എന്ന് മാത്രമല്ല, നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് വരിക. ശരിയാണല്ലോ? നിങ്ങളൊരു 10 കംപ്ലീറ്റ് ഒരു തകർന്നു പോയ ഒരു 10 ആളുകളുടെ കൂടെ നിങ്ങൾ നടക്കാണെന്ന് വെച്ചോളൂ. നിങ്ങൾ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളായാൽ പോലും നിങ്ങൾ നാളെ നിങ്ങളുടെ ബിസിനസ് താഴത്തേക്ക് പോകും. അല്ല, നിങ്ങൾ കുറച്ച് സ്ത്രീലമ്പടന്മാരായിട്ടുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ബിസിനസ്സിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ അതിലേക്ക് പോകും. പക്ഷെ അതേസമയം നിങ്ങൾ ബിസിനസ് വളർത്തുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നതുമായിട്ടുള്ള അങ്ങനത്തെ ആളുകളുമായിട്ട് മാത്രം കൂട്ടുകൂടുകയും നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വളർച്ചയും നിങ്ങൾ അറിയാതെ നല്ല രീതിയിലേക്ക് എത്തും. സോ അതാണ് ഇവിടെയുള്ള ഈ കമ്മ്യൂണിറ്റിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. അതിനാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് മാത്രമല്ല, എല്ലാ ആഴ്ചയിലും ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ബിസിനസ്സിന് പോയിട്ട് വന്നിട്ട് എങ്ങനെ പഠിക്കാനുള്ള സമയം ഞാൻ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായിരിക്കും. ഇതൊരു ഓൺലൈനിലൂടെയുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കടയിൽ ഇരുന്നു കൊണ്ടോ ഓഫീസിൽ ഇരുന്നു കൊണ്ടോ അല്ല രാത്രി വീട്ടിലെത്തിയ ശേഷമോ എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് നിങ്ങൾക്കിത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാനും, അല്ല നിങ്ങൾ ഇതങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഓഫീസിൽ പോയി അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നോക്കി 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 ഇംപ്ലിമെന്റ് ചെയ്യാനും, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അതും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ജീവനക്കാരുമായിട്ട് എല്ലാം അവരുടെ കൂടെ ചർച്ച ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും, അതായത് നാളെ എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മുടെ വീക്കിലി മീറ്റിംഗ് ഉണ്ടാവും. ആ വീക്കിലി മീറ്റിംഗിൽ ഞാൻ ലൈവായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. ആ വീക്കിലി മീറ്റിംഗിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് പറയാം, അതിനൊരു സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്തും. അത് കൂടാതെ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റിന്റെ ഒരു 1-to-1 സെഷൻ, ഞാൻ സാധാരണ ചാർജ് ചെയ്യുന്നത് വളരെ വലിയ എമൗണ്ട് ചാർജ് ചെയ്യുന്നതാണ്, അതെല്ലാം കിട്ടും. അതെന്തൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി കണ്ടോളൂ. ഇത് ഇത്രയും നേരം നിങ്ങൾ ഇരുന്നത് കൊണ്ട്, ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഈ 37 പേരാണുള്ളത്. ഓക്കെ, 48 പേരുണ്ടായിരുന്നു, 37 പേരുണ്ട്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പഠനത്തിന് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് മാത്രമേ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് അങ്ങനെയുള്ളവർ പോകാമെന്ന് പറഞ്ഞപ്പോൾ പോയവരാണ്. അവർ തെറ്റിദ്ധാരണയായിരിക്കും. അതായത് ഫ്രീ ആയിട്ട് നേടുന്ന ഒരു പരിധി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ആരെയും നിങ്ങളുടെ കടയിൽ തന്നെ വന്നിട്ട് സാധനം ഫ്രീ ആയിട്ട് തരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കില്ല അല്ലെ? അപ്പൊ അത് നമ്മളേതായിട്ടുള്ള ഇത്രയും കാലമായിട്ട് വളർത്തിയെടുത്ത അറിവും നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠവും നമ്മൾ MBA പഠിച്ച പാഠം ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും നേരം നിങ്ങൾ ഇരുന്നതിന് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വർഷത്തിൽ ഒരിക്കലും മാത്രം ഞാൻ ചെയ്യുന്ന ഒന്നാണ്. അത് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത്, ഈ ഡെയിലി ലൈഫിൽ നിങ്ങൾ ബിസിനസ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉപയോഗിക്കാവുന്ന AI ടൂൾസിന്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് എന്താ പറയാ, ഈ കട്ട് ആൻഡ് പേസ്റ്റ് പോലെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈസി ആയിട്ട് നിങ്ങൾ വിദ്യാഭ്യാസം കുറവുള്ളവരാണെങ്കിലും അല്ല നിങ്ങൾ നോർമൽ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നേരത്തെ കാണിച്ചാൽ സാമ്പിൾസ് ആണ്. അതിന് ഇൻഡെപ്ത് ആയിട്ടുള്ള ഓരോന്നായിട്ടും എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിന് പ്രോംപ്റ്റുകൾ എന്ന് പറയും. ഇതിൽ ഏറ്റവും പ്രധാനം പ്രോംപ്റ്റുകൾ. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഉത്തരമാണ് ഈ AI എന്നെല്ലാം വരിക. അതിനുപയോഗിക്കുന്ന പ്രോംപ്റ്റുകൾ ഇതെല്ലാം അതിന് അതേപോലെ ഡെയിലി ഗ്രൂപ്പ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ ആക്ച്വലി വില എന്ന് പറയുന്നത് 7500 റുപ്പീസിന്റെ വർത്താണ്. അത് നമ്മളത് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് ഹാബിറ്റ് ഫോർമേഷൻ മാസ്റ്ററി. ഹാബിറ്റ് ഫോർമേഷൻ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഹാബിറ്റ് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ 50% നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആയി എന്നുള്ളതാണ് ശരി. ഹാബിറ്റ് ഫോർമേഷൻ മാസ്റ്ററി, അതാണ് രണ്ടാമത്തെ ബോണസ് ഇതിന്റെ കൂടെ വരുന്നത്. അതിന്റെ ആക്ച്വലി 5000 റുപ്പീസ് വർത്തുള്ള ഹാബിറ്റ് ഫോർമേഷൻ മാസ്റ്ററി, അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. മൂന്നാമത്തത് ടൈം ഈസ് മണി. ഞാൻ പറഞ്ഞു ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ഒരു ടിപ്പ് ഓഫ് ടേസ്റ്റ്. ഞാനൊരു ചെറിയൊരു പോർഷനാണ് കാണിച്ചത്. പക്ഷെ വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതിവിശേഷം, കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നു, എല്ലാവരും ഉറങ്ങിയ ശേഷം വരുന്നു, എന്തിന് ഭാര്യമാരാണ്
ചേട്ടാ നമുക്കൊന്ന് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ രാത്രി സെക്കൻഡ് ഷോന് അത് അവരുടെ കൂടെ പോയിട്ട് നിങ്ങൾ പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവർ വിളിച്ചുവല്ലോ എന്ന് വെച്ച് പോകുന്നുണ്ടാവും. അവിടെ അവർ സിനിമ കാണുമ്പോൾ നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോകാൻ പറ്റുന്നില്ല, അതേപോലെ എന്തിനു വിളിച്ചാലും പോകാൻ പറ്റുന്നില്ല. എന്തിനാ പറഞ്ഞില്ലേ, മക്കളുടെ സ്കൂളിലോ കോളേജിലോ ഒരു അവാർഡ് ദാന സമ്മാനം ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുള്ള ഓണ്ടർപ്രണേഴ്സിനെ എനിക്കറിയാം. അതിൽ നിന്നെല്ലാം ഒരു ഫ്രീഡം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈം ഫ്രീഡം മാസ്റ്റർ എന്ന് പറയുന്ന മൂന്നാമത്തെ ബോണസ്. അതിന്റെ വാല്യൂ അഗൈൻ 5,000 rupees വർത്ത് ആണ് അതിന്റെ വാല്യൂ. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്. ഇതെല്ലാം ഓൺലൈനിലൂടെയാണ്, എല്ലാം ഓൺലൈനിലൂടെ കാണാവുന്ന രീതിയിലാണ് വീഡിയോ. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവൃത്തികളെല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാവുന്ന രീതിയിലാണ്. ഓക്കെ, അതവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഇത് നമുക്ക് ലഭിക്കുന്ന ലൈവ് ഇംപ്ലിമെന്റേഷൻ നാവിഗേറ്റർ. അടുത്തത്, ഇത് കൂടാതെ നിങ്ങൾക്കെല്ലാം പറയും കല്യാണം ചെയ്യാം, എനിക്കൊരു പരിധിയുണ്ട് കല്യാണം, ചിലതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് നാലാമത്തത്, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു അതായത് ലൈവായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യും. പ്രോഗ്രാമിൽ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഞാനും ഇരുന്നു കൊണ്ട്, ഓൺലൈനിലൂടെ തന്നെ ലൈവായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞാനും ഇരുന്നു കൊണ്ട് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യിപ്പിച്ച് ഞാൻ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ബിസിനസ്സിൽ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അടങ്ങും. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നാലാമത്തെ ബോണസ്, അതായത് 7,500 രൂപ വാല്യൂ ഉള്ള സാധനം, ഇത് നിങ്ങൾക്ക് ലൈവ് ഇംപ്ലിമെന്റേഷൻ നാവിഗേറ്റർ, അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, നിങ്ങളെല്ലാവരും പല ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിലെല്ലാം നമ്മൾ ഇന്ന് കേട്ടു, 2 ദിവസം അതിൻ്റെ ഇത് കഴിഞ്ഞു, അതോടുകൂടി നമ്മളെല്ലാം കഴിഞ്ഞു. ഓക്കെ, അതോടുകൂടി നമ്മൾ മറന്നു അല്ലെ. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ബൾബ് എന്ന് പറയുന്ന ഒരു വർക്ക് ബുക്ക്, ഇതിന്റെ ഭാഗമായിട്ട് ബൾബ് എന്ന് പറയുന്ന ഒരു വർക്ക് ബുക്ക്, അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരും. ഈ ബൾബ് എന്ന് പറയുന്ന വർക്ക് ബുക്ക് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദിവസവും നേരത്തെ അതിൽ എഴുതിയിരിക്കുന്നതല്ലേ, ഡിസിപ്ലിൻ, ഫോക്കസ്, കൺസിസ്റ്റൻസി. ഈ 3 കാര്യങ്ങളാണ് ഒരു ബിസിനസ്സുകാരനെ വിജയിക്കാൻ ഏറ്റവും വേണ്ടത്. അത് നിങ്ങൾ എന്താ പറയുക, അറിയാതെ തന്നെ നിങ്ങൾ ആ ട്രാക്കിലേക്ക് വരികയും അത് ചെയ്യാൻ സഹായിക്കുന്ന ബൾബ് എന്ന് പറയുന്ന വർക്ക് ബുക്ക്, അത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ വളരെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ ചിലവർക്ക് വർക്ക് ബുക്ക് കൊടുത്തതിന്റെ ഫോട്ടോസ് ആണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അത് കൂടാതെ ഞാൻ സാധാരണ ഒരു 1-to-1 30 മിനിറ്റിന്റെ ഒരു 1-to-1 ഞാൻ ചാർജ് ചെയ്യുന്നത് 2,999 രൂപയാണ്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1-to-1, ആ 1-to-1 നിങ്ങൾ യാതൊരു പൈസയും മുടക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണ നിങ്ങളുടെ 1-to-1 കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ആ കോഴ്സിനകത്തേക്ക് പഠിക്കാൻ തുടങ്ങും. നിങ്ങൾ എനിക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ടെസ്റ്റിമോണിയലിലും പലരും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അത് എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഞാൻ എന്റെ കൂടെയുള്ളവർ, എന്റെ കമ്മ്യൂണിറ്റി ഉള്ളവരെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാന്നുള്ളതാണ് എന്റെ എന്റെ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ മറ്റേ ആളല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് ഇതിന് എല്ലാത്തിനും കൂടി സർട്ടിഫിക്കറ്റും കൂടി ലഭിക്കും. ഓക്കെ, നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കൂടി ലഭിക്കും. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ എങ്ങനെ തരികയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്ക് once in 6 months നമ്മളുടെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടാവും. ആ ഫിസിക്കൽ മീറ്റിംഗിൽ നമ്മൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, ആക്ച്വലി ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ഓക്കെ, ഇതിന്റെ എല്ലാറ്റിന്റെയും കൂടെ ആക്ച്വലി ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 41,698 rupees ആണ്. 41,698 രൂപയാണ് ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 15-ാം തീയതി, നാളെ ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഓക്കെ, എല്ലാ വർഷവും, ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ഫ്രീഡമാണ്. അല്ലാതെ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മളൊരു ജീവനക്കാർക്കെങ്കിലും, നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള സ്വാതന്ത്ര്യം പോലും സത്യം പറഞ്ഞാൽ പല ബിസിനസ്സുകാർക്കും സ്വന്തമില്ല. കാരണം അവരെങ്കിലും ജോലി ചെയ്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ സ്വതന്ത്രമാണ്. പക്ഷെ ഇവിടെ എനിക്കറിയാം ഒരുപാട് ബിസിനസ്സുകാർ, ചില റെസ്റ്റോറന്റ് ഓണേഴ്സിനെ പോലും എനിക്കറിയാം, അവർ രാത്രി പേടിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷെഫ് വരുമോ വരില്ലയോ എന്ന് അറിയില്ല എന്നുള്ളത്. അതിനാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര പേര് ലീവ് എടുക്കുമെന്ന് അറിയില്ല എന്നുള്ളത്. സോ അങ്ങനത്തെ അവിടെയാണ് ഈ ഓരോ ബിസിനസ്സുകാരനും ശരിക്കും ഫ്രീഡം എന്താണ് എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ ആ ഫ്രീഡം അവർ അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേ ദിവസവും ഞാൻ എന്റെ ഇത് കൊടുക്കുന്നത്. അതാണ് റെഡി ഫോർ
അത് വൺസ് ഇൻ എ ലൈഫ് ടൈം, വൺസ് ഇൻ എ ഇയർ ഫ്രീഡം ഓഫർ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, അതിന് തയ്യാറാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദയവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റിന്റെ സമയം തരാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കാത്ത ഒരു ഇത്, അതായത് വെറും 1947 രൂപ, വെറും 1947 രൂപ നിങ്ങൾ നൽകുകയാണ്, GPay ആണ് ചെയ്യേണ്ടത്. 1947 രൂപ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ദിവസത്തേക്ക് നമ്മളുടെ ഈ കംപ്ലീറ്റ് എല്ലാ പ്രോഗ്രാംസിന്റെ അക്സസ് കിട്ടും. അതേപോലെ എല്ലാ വീക്ക്ലി മീറ്റിംഗിലും പങ്കെടുക്കാം. അതേപോലെ ഞാൻ എന്റെ 1-to-1 ഇത് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഓൺലൈനിലൂടെ, സാധാരണ ഫോൺ കോൾ അല്ല, നമ്മുടെ ഓൺലൈനിലൂടെ കോൺടാക്ട് ചെയ്യാം. ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, സോ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സന്ദർഭം ഒരിക്കലും പാഴാക്കാതിരിക്കുക. ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ഈ സമയം കൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാണുന്ന, ഇതാണ് നമ്മുടെ GPay നമ്പർ. ഈ GPay നമ്പറിലേക്ക് ഒരു 10 മിനിറ്റ്സിന് സമയമുണ്ട്. താല്പര്യമുള്ള ദയവ് ചെയ്ത് അതിലേക്ക് എൻ്റർ ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തീർച്ചയായിട്ടും ആൻസർ ചെയ്തിട്ട് പോവുകയുള്ളൂ. സോ നിങ്ങൾ എല്ലാവരെയും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അടുത്ത ലെവലിലേക്ക് വളർത്താൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വാക്ക് തരുന്നു. സോ ഇവിടെ ടൈമർ ഉണ്ട്. ദയവ് ചെയ്ത് ഇത് എന്റെ GPay നമ്പറാണ്. നിങ്ങൾ GPayയിലൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എല്ലാ വ്യാഴാഴ്ചയാണ് നമ്മുടെ രാത്രി 8 മണിക്കാണ് വീക്ക്ലി മീറ്റിംഗ്. നിങ്ങൾക്ക് നാളെ തന്നെ വീക്ക്ലി മീറ്റിംഗിൽ പങ്കെടുക്കാനും കഴിയും. അതുകൂടാതെ ഈ ഓഫർ എന്ന് പറയുന്നത് 1947, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ 1947 ഈ 1947 രൂപ നിങ്ങൾ ഇന്ന് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് കമ്മ്യൂണിറ്റി ഭാഗം മാത്രമല്ല, നമ്മളുടെ കോഴ്സ് ആക്സസ് കിട്ടും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, സോ ദയവ് ചെയ്ത് എന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ ഞാൻ നിങ്ങളെല്ലാം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതാണ് GPay നമ്പർ. ഞാൻ നോക്കുന്നുണ്ട്. ഇത് ഞാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം നൽകുന്ന ഓഫറാണ്, അത് ഞാൻ പറഞ്ഞോട്ടെ. ശിവരാമകൃഷ്ണൻ, താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നും നാളെ നിങ്ങളെ നമ്മുടെ കൊളീഗ് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമായ ലോഗിൻ പാസ്വേഡ് എല്ലാം തന്നെ അവർ തരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു രാജേഷ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതിന് വളരെ സന്തോഷം. താങ്ക് യു ഫൈസൽ. താങ്ക് യു സോ മച്ച് ഫൈസൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് സത്യം പറഞ്ഞ ഒരു ഗീവ് അവേ പോലെയാണ്. ഈ 1947 എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമല്ല. ഓക്കെ, ഇത് സഹായിക്കുക, ജീവനക്കാർ ഓൺടർപ്രനേഴ്സിനെ സഹായിക്കുക എന്നുള്ള ഒറ്റ കാരണത്തിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഭാഗമാവുക, നമ്മുടെ കൂടെ നിൽക്കുക, നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവാം. താങ്ക് യു ബിന, താങ്ക് യു സോ മച്ച്. ഒത്തിരി താങ്ക് യു. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ എല്ലാവരുടെയും ഞാൻ എനിക്ക് ഇതിൽ വരുമല്ലോ, ഈ 9497154400 ഒന്ന് ഇത് അയച്ചാൽ മതിയേ. ആ സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് അയച്ചാൽ മതി. 9497154400 ഷോട്ട് ഒന്ന് അയച്ചാൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. നോ, ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഓക്കെ, ദീപക്. താങ്ക് യു ദീപക്. താങ്ക് യു സോ മച്ച്. ജലീൽ, താങ്ക് യു സോ മച്ച്. ഇൻഫാക്ട് റിയാദ് ഞാൻ മേ ബി സെപ്റ്റംബറിൽ ഞാൻ വരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ് നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇനി ഒരു 4 മിനിറ്റും കൂടെ സമയമുണ്ട്. ധൈര്യമായി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടൊന്ന് സ്ക്രീൻഷോട്ട് മാത്രം അയച്ചു തരാം.
താങ്ക് യു. സ്ക്രീൻഷോട്ട്. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. കറക്റ്റ്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി സംശയങ്ങളുണ്ടെങ്കിൽ. നിങ്ങളുടെ സംശയം ഞാൻ ക്ലിയർ ചെയ്യാം. എന്തുകൊണ്ടാണ്, ഐ മീൻ, നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സംശയ നിവാരണം നടത്താം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ നമ്മളുടെ വീക്ക്ലി മീറ്റിംഗിൽ നിന്നും പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഓക്കെ, ഈ ഓഫർ ഇന്നും കൂടെ ഉള്ളൂ, ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നാളെ ഈ നമ്മുടെ 12,999 ആണ് നമ്മുടെ ഓഫർ പ്രൈസ്. ഓഫർ പ്രൈസ് അതാണ് നമ്മുടെ റിയൽ പ്രൈസ്. അത് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഓഫർ ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ഇയർ August 14th ഇതേ ഓഫർ തന്നെ വരും. അടുത്ത വർഷം August 14th ഇതേ ഓഫർ തന്നെ വരും. ഒരു വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഫാമിലിയോടുകൂടി ഒരു ഔട്ടിങ്ങിന് പോയാൽ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഫാമിലിയോടുകൂടി പോയാൽ വരുന്ന ഒരു തുക മാത്രമാണ് ഇന്നിവിടെ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നത്. ഓക്കെ, 2 മിനിറ്റും കൂടി ഉണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടോ? ഞാൻ ഇത്രയും നമ്മുടെ വെബിനാർ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ഇടാമോ? യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ളത്? ഒന്ന് ചാറ്റിൽ ഇടാമോ? താങ്ക് യു ശിവരാമകൃഷ്ണൻ. താങ്ക് യു ഫൈസൽ. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. ഉപകാരമായെന്ന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതെല്ലാം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സമയം ഈ ഇത് ഈ ചോദ്യം, അത് എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം വിശദമായിട്ടുള്ള ഇത് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം എല്ലാം തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഞാൻ സത്യം പറഞ്ഞ ഹാൻഡ് ഹോൾഡ് ചെയ്യും, നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് വളർത്തുന്നതിന് ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അത് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് തരുന്നു. ഓക്കെ, സോ 50 seconds more. ഓക്കെ, സോ വേറെ സംശയങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായ എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും, അവർ വിളിച്ച് നിങ്ങളുടെ എന്തെല്ലാം സംശയമുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് എല്ലാം തന്നെ തരും. ലോഗിൻ പാസ്വേഡ് എല്ലാം നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടും അതേപോലെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് എല്ലാം ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അത് കൂടാതെ വീക്ക്ലി മീറ്റിങ്ങിനുള്ള ലിങ്ക് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. വീക്ക്ലി മീറ്റിംഗിന്റെ ലിങ്ക് ലഭിക്കും. ഓക്കെ, ഇതിൽ ചേരുന്നില്ലെങ്കിലും ഇത്ര നേരം നമ്മുടെ വെബിനാറിൽ ഭാഗമായതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വെബിനാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടെന്ന് തന്നെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർ ചേരാതിരുന്നത്. ഓക്കെ, എൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ കണ്ടന്റിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത വെബിനാറിൽ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ചേർന്നവർക്ക് വളരെ നന്ദി. ചേരാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം സോൾവ് ആവട്ടെ എന്ന് ഞാൻ സർവീസിനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.